നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷദം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദദ്യതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ.
सोऽलङ्कृषीष्ट भगवान् भजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ॐ नमो भगवते वासुदेवाय। ॐ नमो नारायणाय। श्रीगुरुवायूरप्पा शरणम्। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः श्रीगुरुभ्यो नमः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധം 4-ാം അധ്യായം അംബരീഷ ചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് തുടരാം. അപ്പോൾ 14-ാം ശ്ലോകം മുതൽക്ക് ഇന്നലെ വായിച്ച പോലെ 49-ാം ശ്ലോകം വരെ വായിക്കാം. 35 വരെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ 52 വരെ വായിക്കാം. 14 മുതൽ 52 വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ചതുർത്ഥോऽധ്യായഃ. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേഃ തസ്യ ധീമതഃ ന പ്രാഭൂത് യത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യഃ. ശ്രീശുക ഉവാച അംബരീഷോ മഹാഭാഗഃ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി മേനേതി ദുർലഭം പുംസാം സർവം തൽ സ്വപ്നസംസ്തുതം വിദ്വാൻ വിഭവ നിർവാണം തമോ വിശതി യത് പുമാൻ വാസുദേവേ ഭഗവതി തൽ ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവത് സ്മൃതം. സ വൈ മനഃകൃഷ്ണപദാരവിന്ദയോഃ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തൽഭൃത്യഗാത്രസ്പർശേംഗസംഗമം ഘ്രാണം ച തൽപാദസരോജസൗരഭേ ശ്രീമത്തുളസ്യ രസനാം തദർപ്പിതേ. പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമഗമ്യയാ യഥോത്തമശ്ലോകജനാശ്രയാരതിഃ. ഏവം സദാ കർമ്മകലാപമാത്മനഃ പരേധി യജ്ഞേ ഭഗവത്യദോക്ഷജേ സർവാത്മഭാവം വിദതന്മഹീമിമാം തന്നിഷ്ടവിപ്രാഭിഹിത ശശാസഃ. ഈജസ്വമേധൈരധിയജ്ഞമീശ്വരം മഹാവിഭൂത്യോപചിതാംഗദക്ഷിണൈഃ തതൈർവസിഷ്ഠാസിത ഗൗതമാദിഭിഃ
ധന്വന്യഭിസ്രോതം അസൗ സരസ്വതീം യസ്യ ക്രതുഷു ഗീർവാണൈഃ സദസ്യാർത്തിജോ ജനാഃ തുല്യരൂപാശ്ച നിമിഷാഃ വ്യദൃശ്യന്ത സുവാസസഃ സ്വർഗോ ന പ്രാർത്ഥിതോ യസ്യ മനുജൈരമരപ്രിയഃ ശൃണ്വദ്ഭിരുപഗായദ്ഭിഃ ഉത്തമശ്ലോകചേഷ്ടിതം സമർദ്ദയന്തി താൻ കാമാഃ സ്വരാജ്യപരിഭാവിതാഃ ദുർലഭാനാപി സിദ്ധാനാം മുകുന്ദം ഹൃദി പശ്യതഃ സ ഇത്തം ഭക്തിയോഗേന തപോയുക്തേന പാർത്ഥിവഃ സ്വധർമ്മേണ ഹരിം പ്രീണൻ സംഗാൻ സർവാൻ ശനൈർജഹൗ ഗൃഹേഷു ദാരേഷു സുതേഷു ബന്ധുഷു ദിവോത്തമസ്യന്തനവാജിപത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷ്വകരോത് അസന്മതിം തസ്മാദ് ഹരിശ്ചക്രം പ്രത്യനീകഭയാവഹം ഏകാന്തഭക്തിഭാവേന പ്രീതോ ഭൃത്യാഭിരക്ഷണം ആരിരാധയിഷു കൃഷ്ണം മഹിഷ്യാ തുല്യശീലയാ യുക്ത സംവത്സരം വീരോ ദദാര ദ്വാദശീവ്രതം വ്രതാന്തേ കാർത്തികേ മാസി ത്രിരാത്രം സമുപോഷിതഃ സ്നാദഃ കദാചിത് കാളിന്ദ്യാം ഹരിം മധുവനേർച്ചയത് മഹാഭിഷേകവിധിനാ സർവോപസ്കര സമ്പദ അഭിഷിച്യാംബരാകൽപൈഃ ഗന്ധമാല്യാർഹണാദിഭിഃ തൽഗതാന്തരഭാവേന പൂജയാമാസ കേശവം ബ്രാഹ്മണാംശ്ച മഹാഭാഗാൻ സിദ്ധാർത്ഥാനവിഭക്തിതഃ ഗവാം രുക്മവിഷാണീനാം ഗ്രൂപ്യാംഗ്രീണാം സുവാസസാം പയശീലവയോരൂപവത്സോപസ്കരസമ്പദാം പ്രാഹിണോത്സാദു വിപ്രേഭ്യോ ഗൃഹേഷു ന്യർബുദാനി ഷട്ട് ഭോജയിത്വാ ദ്വിജാനഗ്രേ സാദ്വന്നം ഗുണവത്തമം ലബ്ധകാമൈരനുജ്ഞാതഃ പാരണായോപചക്രമേ തസ്യ തർഹി അതിഥി സാക്ഷാത് ദുർവാസാ ഭഗവാനഭൂത തമാനർച്ചാതിഥിം ഭൂപഃ പ്രത്യുത്താനാസനാർഹണൈഃ യയാചേ അഭ്യവഹാരായ പാദമൂലമുപാഗതഃ പ്രതിനന്ദ്യ സതദ്യാജ്ഞാം കർത്തുമാവശ്യകം ഗതഃ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ മുഹൂർത്താർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണാം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യത് അപാരണേ യത് കൃത്വാ സാധു മേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത് അംബസാ കേവലേനാദ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യശിതം നാശിതം ച തത് ഇത്യപഃപ്രാശ്യ രാജർഷിഃ ചിന്തയൻ മനസാച്യുതം പ്രത്യചഷ്ട കുരു ശ്രേഷ്ഠ ദ്വിജാഗമനമേവ സഹ ദുർവാസാ യമുനാകൂലാത് കൃതാവശ്യക ആഗതഃ രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ദിയാം മന്യുനാ പ്രചലദ്ഗാത്രോ ഭൃഗുഡീ കുടിലാനനഃ ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമഭാഷത അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോഃ അഭക്തസ്യേഷ മാനിനഃ യോ മാം അതിഥിമായാതം ആതിഥ്യേന നിമന്ത്ര്യ ച അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശയേ ഫലം ഏവം ബ്രുവാണ ഉത്കൃത്യ ജടാം രോഷവിദീപിതഃ തയാ സനിർമ്മമേ തസ്മൈ കൃത്യാം കാലാനലോപമാം താമാപതന്തീം ജ്വലതീം അസിഹസ്താം പദാഭുവം വേപയന്തീം സമുദ്വീക്ഷ്യ ന ചചാലപദാൻ നൃപഃ പ്രാഗ്ദിഷ്ടം വൃത്യരക്ഷായാം പുരുഷേണ മഹാത്മനാ ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിം ഇവ പാവകഃ തദഭിദ്രവദുദ്ദീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദു ധ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീപ്സയാ തമന്വദാവത് ഭഗവത് രഥാംഗം ദാവാഗ്നിരുദ്ധൂതശിഖോ യദാഹിം
തദാനുഷക്തം മുനിരീക്ഷമാണോ ഗുഹാം വിവിക്ഷു പ്രസസാരമേരോ ദിശോ നഭഃ ക്ഷ്മാം വിവരാൻ സമുദ്രാൻ ലോകാൻ സപാലാൻ ത്രിദിവം ഗതഃ സഹ യതോ യതോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ അലബ്ധനാദസ്സ യഥാ കുതശ്ചിത് സന്ത്രസ്തചിത്തോ അരണമേഷമാണഃ ദേവം വിരിഞ്ചം സമഗാത് വിദാതഃ ത്രാഹി ആത്മയോനേ അജിത തേജസോ മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 4-ാം അധ്യായം. നവമസ്കന്ധം ഈശാനുകഥ അഥവാ സൂര്യവംശ ചന്ദ്രവംശ കഥകൾ. അതിൽ സൂര്യവംശം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ വൈവസ്വത മനുവിൻ്റെ 10 മക്കളെക്കുറിച്ച് പറഞ്ഞ് അവരിൽ 5 മക്കളുടെ കഥ 2-ാം അധ്യായത്തിൽ പറഞ്ഞ് പിന്നീട് 2 മക്കളുടെ കഥ 3-ാം അധ്യായത്തിൽ പറഞ്ഞ് മറ്റൊരാളുടെ കഥ നഭകൻ എന്ന പുത്രന്റെ കഥയാണ് 4-ാം അധ്യായത്തിൽ ആരംഭിച്ചത്. 12 ശ്ലോകം കൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായ നാഭാഗന്റെ കഥയും പറഞ്ഞു. ആ നാഭാഗന്റെ പുത്രനായി അംബരീഷൻ ജാതനായി. അദ്ദേഹം ആർക്കും തടയാൻ പറ്റാത്ത ബ്രഹ്മദണ്ഡത്താൽ പോലും സ്പർശിക്കപ്പെട്ടില്ല എന്ന് അംബരീഷന്റെ മാഹാത്മ്യത്തെ ശ്രീശുക ബ്രഹ്മർഷി ഒന്ന് പരാമർശിച്ചപ്പോൾ ആ അംബരീഷ ചരിതം വിശദമായി കേൾക്കാനായിക്കൊണ്ട് പരീക്ഷിത്ത് രാജാവ് ചോദ്യം ചെയ്തു. അതിന് മറുപടിയായിട്ടാണ് അംബരീഷ ചരിതം വിസ്തരിക്കുന്നത്. 4-ഉം 5-ഉം അധ്യായങ്ങളിൽ അംബരീഷ ചരിതം വിസ്തരിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ ഇന്നലെ 2 ക്ലാസ്സായിട്ട് അംബരീഷ ചരിതം ആരംഭിച്ചു. അഥവാ 15 മുതൽ 35 വരെയുള്ള 21 ശ്ലോകങ്ങൾ കണ്ടു. അത് മുഴുവൻ അംബരീഷന്റെ മാഹാത്മ്യമാണ് വർണ്ണിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഭഗവത് ഭക്തിയും സർവ ആത്മദർശനവും, എല്ലാറ്റിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് എല്ലാറ്റിലോടും സമഭാവനയോടെ പ്രേമത്തോടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ തൃഷ്ണയില്ലാതെ ആസക്തിയില്ലാതെ ഈശ്വരൻ മാത്രമാണ് ശാശ്വതമായതെന്നുള്ള ബോധത്തോടെ, എന്നാൽ തന്റെ കർത്തവ്യകർമ്മങ്ങൾ ഒരു രാജർഷിയായിക്കൊണ്ട് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദ്വാദശി വ്രതം അഥവാ ഏകാദശി വ്രതം ആരംഭിച്ചു എന്നാണ് ഇന്നലെ അവസാനം കണ്ടത്. അപ്പോൾ ആ 1 വർഷത്തെ വ്രതം അവസാനിപ്പിക്കാനായിക്കൊണ്ട് അവസാനത്തെ ഏകാദശിക്ക് അദ്ദേഹം മധുവനത്തിൽ എന്ന് വെച്ചാൽ വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് ഭാര്യയോടുകൂടെ വന്നു ചേർന്നു. അവിടെ സ്നാനാദികളൊക്കെ ചെയ്ത് ഭഗവാനെ അർച്ചിച്ചു 3 ദിവസം ഉപവാസം ചെയ്തു. ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ചു. അവിടെ വന്നു ചേർന്ന ബ്രാഹ്മണരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അവർക്ക്
ഗവാം രുക്മവിഷാണീനാം രൂപ്യാംഗ്രീണാം സുവാസസാം പയശീല വയോരൂപ വത്സോപസ്കര സമ്പദാം പ്രാഹിണോത്. കൊമ്പ് സ്വർണം കൊണ്ട് കെട്ടിയതും കുളമ്പ് വെള്ളി കൊണ്ട് കെട്ടിയതും നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ അലങ്കരിച്ചതുമായിട്ടുള്ള നല്ലോണം പാലുള്ളതും നല്ല ശീലഗുണമുള്ളതും നല്ല പ്രായം ചെറുപ്രായത്തിലുള്ളതും നല്ല രൂപലക്ഷണങ്ങളുള്ളതും ഇപ്പൊ പ്രസവിച്ച പാല് കുടിക്കുന്ന വത്സന്മാരോട് കൂടിയതും ഉപസ്കാരങ്ങൾ അഥവാ ഒരു പശുവിനെ വളർത്താൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോടുകൂടെ വിച്ച് ചാപ്റ്റർ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ടൈറ്റിലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്. ടൈറ്റിലിൽ എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ ഫേസ്ബുക്കിന്റെ ആരംഭത്തിൽ. നവമസ്കന്ധത്തിലെ 4-ാം അധ്യായം, ഇന്ന് 4-ാമത്തെ ക്ലാസ്, അംബരീഷ ചരിതം 3. എല്ലാറ്റിലും ഒരു ശ്രദ്ധ വേണം. അപ്പോ അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ പശുക്കളെ പ്രാഹിണോത്ത്, ആർക്ക്? സാധുവിപ്രേഭ്യോ, നല്ല സദാചാരമുള്ള വിപ്രന്മാർക്കായിക്കൊണ്ട്. എത്ര എന്ന് സൂചിപ്പിച്ചിരുന്നു. ഗൃഹേഷു ന്യർബുദാനി ഷട്ട്. ഇന്നലെ ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു 2-3 വാക്കുകൾ ഞാൻ വ്യാഖ്യാനിച്ചപ്പോൾ പറയാൻ വിട്ടിട്ടുണ്ട് തോന്നുന്നു, ഓർമ്മയില്ല. ഇന്ന് വായിച്ചപ്പോൾ ഓർമ്മ വന്നു. നിർബുദാനി എന്ന് പറഞ്ഞാൽ നിർബുദം എന്ന് പറഞ്ഞാൽ മറ്റേ 10 കോടിയാണ്. അത് ഷട്ട് എന്ന് പറയുമ്പോഴോ 6 × 10 കോടി, എത്രയായി? 60 കോടി. അപ്പൊ നിർബുദാനി ഷട്ട് എന്ന് പറഞ്ഞാൽ 60 കോടി ഗൃഹേഷു, 60 കോടി ഗൃഹങ്ങളിലേക്ക് പശുക്കളെ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദാനം ചെയ്തു എന്നാണ്. എന്തായാലും അനേകം എന്ന് നമ്മൾ എടുത്താൽ മതി. ഇനി അന്നത്തെ ഗൃഹങ്ങളൊക്കെ അത്രയുണ്ടോ, ജനസംഖ്യ അത്രയുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാനൊന്നും പോയി സമയം കളയണ്ട. ധാരാളം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ആയിരക്കണക്കിന് ഷഡ് നിർബുദാനി ഗൃഹേഷു സാധുവിപ്രേഭ്യ ഗവാം പ്രാഹിണോ, പശുക്കളെ ദാനം ചെയ്തു. അങ്ങനെ എല്ലാവരും വന്ന് സന്തുഷ്ടരായി ലബ്ധകാമന്മാരായി അവരുടെ അനുജ്ഞ ലഭിച്ചു കഴിഞ്ഞ അവർക്ക് ആദ്യം ഭക്ഷണമെല്ലാം കൊടുത്ത് നല്ല ഗുണവത്തമം സ്വാദ്വന്നം ഭോജയിത്വ പാരണായ ഉപചക്രമി, പാരണയ്ക്കായിക്കൊണ്ട് ആരംഭിച്ചു. തസ്യ, അപ്പോഴാണ് അദ്ദേഹത്തിന് തർഹി, അവിടെ അതിഥി സാക്ഷാത് ദുർവാസ ഭഗവാൻ അഭൂത്. മഹാജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ ദുർവാസാവ് ഭഗവാൻ രുദ്രന്റെ അംശം തന്നെയാണ്. ആ രുദ്രാംശമായ ദുർവാസാവ് മഹർഷി അതിഥിയായിട്ട് സാക്ഷാത് നേരിട്ട് അവിടെ അഭൂത് ഭവിച്ചു, പ്രത്യക്ഷനായി അവിടെ വന്നു ചേർന്നു അർത്ഥം. അതിനുശേഷമുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഭാഗം. എന്നാൽ അതുവരെയാണ് 35-ാം ശ്ലോകം വരെ പറഞ്ഞു നിർത്തി. തമാനർച്ചാദിതിം ഭൂപഃ പ്രത്യുത്ഥാനാസനാർഹണൈഃ യയാചയവ്യവഹാരായ പാദമൂലമുപാഗതഃ. തമാനർച്ചാദിതിം ഭൂപഃ പ്രത്യുത്ഥാനാസനാർഹണൈഃ യയാചയവ്യവഹാരായ പാദമൂലമുപാഗതഃ. തം ആനർച്ച അതിഥിം ഭൂപഃ. ഭൂപഃ രാജാ, ഭൂമിപാലകഃ. ആരാണ്? അംബരീഷഃ. അംബരീഷഃ രാജ തം അതിഥിം ആനർച്ച, ആ അതിഥിയെ വേണ്ട പോലെ അർച്ചിച്ചു. എങ്ങനെയൊക്കെ? പ്രത്യുത്ഥാന ആസന അർഹണൈഹി ആനർച്ച. പ്രത്യുത്ഥാനം എന്ന് വെച്ചാൽ നേരിട്ട് എതിരേറ്റ് ചെല്ലുക. പ്രതി
നേർക്ക് ഉത്ഥാനം ചെയ്യുക, എഴുന്നേൽക്കുക. അപ്പൊ എഴുന്നേറ്റ് നേർക്ക് ചെന്ന് റിസീവ് ചെയ്യുക, അതാണ് പ്രത്യുത്ഥാനം. ആസനം എന്ന് പറഞ്ഞാൽ വന്ന ആളെ ആദ്യം ഏറ്റവും ഉത്തമമായിട്ടുള്ള ആസനത്തിൽ ഇരുത്തുക, ആസനം ഓഫർ ചെയ്യുക. അർഹണൈഹി എന്ന് പറഞ്ഞാൽ അർഘ്യം, പാദ്യം, ആചമനീയം മുതലായിട്ടുള്ള ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കുക. അങ്ങനെ എന്തൊക്കെ ഉപചാരങ്ങൾ ചെയ്യണോ ആ ഉപചാരങ്ങളെ വേണ്ടതുപോലെ ചെയ്തു. എതിരേറ്റു, ആസനം നൽകി, അർഹണാദികൾ നൽകി. അങ്ങനെ സ്വസ്ഥനായിരുന്ന ആ ദുർവാസാവിനോട് യയാചേ അഭ്യവഹാരായ പാദമൂലം ഉപാഗത. ഈ രാജാവ് അദ്ദേഹത്തിന്റെ പാദമൂലം ഉപാഗത, പാദമൂലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാദത്തിന്റെ താഴേക്ക് ഉപാഗതനായിട്ട് എന്ന് വെച്ചാൽ നമസ്കരിച്ചിട്ട് എന്നർത്ഥം. പ്രണമ്യ എന്നർത്ഥം തന്നെയാണ്. ശരണാഗതി ചെയ്ത് അദ്ദേഹത്തെ നമസ്കരിച്ച് അഭ്യവഹാരായ യാച. അഭ്യവഹാരം എന്ന് പറഞ്ഞാല് ഭോജനം തന്നെ, ആഹാരത്തിന് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ വരൂ, ആഹാരം കഴിക്കാം, നല്ല സമയത്താണ് അങ്ങ് വന്നത്, നമ്മുടെ ഏകാദശി എല്ലാം പൂർത്തീകരിച്ചതാ, മുഹൂർത്തമായിരിക്കുകയാണ്, ദ്വാദശി പാരണ ചെയ്യാനുള്ള സമയമാണ്, നല്ലതുപോലെ അങ്ങ് ഭക്ഷണം കഴിക്കുക, അങ്ങേക്ക് സൽക്കരിച്ച ശേഷം വേണം എന്റെ പാരണയും വീടാൻ എന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അഭ്യവഹാരായ യയാജെ. യയാജെ എന്ന് പറഞ്ഞാൽ യാചിച്ചു, അഭ്യർത്ഥിച്ചു, അപേക്ഷിച്ചു എന്നൊക്കെ അർത്ഥം. പ്രാർത്ഥനാപൂർവം ഇങ്ങനെ കാലിൽ വീണുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനപൂർവം ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാനായിക്കൊണ്ട്, ഭിക്ഷ കഴിക്കാനായിക്കൊണ്ട്. അപ്പോൾ പ്രതിനന്ദ്യ സതദ്യാജ്ഞാം കർത്തും ആവശ്യകം ഗതഃ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. പ്രതിനന്ദ്യ സതദ്യാജ്ഞാം കർത്തും ആവശ്യകം ഗതഃ നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. സഹ ദുർവാസ എന്നർത്ഥം. തദ് യാജ്ഞാം പ്രതിനന്ദ്യ. തദ് യാജ്ഞ, ആ യാചനയെ, ആ പ്രാർത്ഥനയെ, അദ്ദേഹം ചെയ്ത അപേക്ഷയെ പ്രതിനന്ദ്യ എന്ന് പറഞ്ഞാൽ അഭിനന്ദ്യ, അഭിനന്ദനം കൃത്വ എന്നൊക്കെ അർത്ഥം. വേണ്ടതുപോലെ അതിനെ അഭിനന്ദിച്ചു. സന്തോഷം, അങ്ങ് ഈ ഒരു നല്ല അവസരത്തിൽ എന്നെ ഭോജനത്തിനായി ക്ഷണിച്ചതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ഞാനത് സ്വീകരിച്ചു കൊള്ളാം എന്ന് പ്രതിനന്ദ്യ തദ്യാജ്ഞാം ആവശ്യകം കർത്തും ഗതഃ. കർത്തും ആവശ്യക, ആവശ്യകം കർത്തും. എന്താണ് ആവശ്യകം? അദ്ദേഹത്തിന്റെ ആഹ്നികം എന്ന് പറയുന്ന അല്ലെ, കർത്തവ്യം ദൈവമാഹ്നികം. കൗസല്യ സുപ്രജാരാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവം ആഹ്നികം. ആഹ്നികം എന്ന് പറഞ്ഞാല് അഹസ്സിനെ സംബന്ധിച്ചത്, പകലിനെ സംബന്ധിച്ചത്. എന്തൊക്കെയാണ് അത്? പ്രാതസന്ധ്യയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം, മധ്യ ആഹ്നികം എന്ന് പറയുന്ന മാധ്യാഹ്നികം, മാധ്യന്തിനം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള മധ്യാഹ്ന സന്ധ്യയിൽ ചെയ്യേണ്ട കർമ്മം, വൈകുന്നേരം ചെയ്യേണ്ട കർമ്മം, സന്ധ്യാവേളയിൽ അല്ലെ സായം സന്ധ്യയിൽ ചെയ്യേണ്ട ആഹ്നികം, അങ്ങനെയുള്ള നിത്യകർമ്മങ്ങൾ. അതാണ് ഇവിടെ ആവശ്യകം എന്ന പ്രയോഗം. എന്താണ് ആവശ്യകം? അദ്ദേഹത്തിന്റെ മധ്യാഹ്ന കർമ്മമാണ് ഇപ്പോ സമയം. അപ്പൊ മധ്യാഹ്ന കർമ്മങ്ങൾക്കായിക്കൊണ്ട് ഗതഃ, ഞാൻ ഇപ്പൊ വരാട്ടോ, ഇത്തിരി കാത്തു നിൽക്കൂ, ദേ പോയി ഇതാ വന്നു എന്നുള്ള മട്ടില് അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞ് ആവശ്യകം കർത്തും ഗതഃ, തന്റെ ആവശ്യങ്ങളെ അഥവാ മാധ്യാഹ്നികം ചെയ്യാനായിക്കൊണ്ട് പോയി. എന്നിട്ടോ നിമമജ്ജ ബൃഹദ്ഭ്യായൻ കാളിന്ദീ സലിലേ ശുഭേ. ശുഭേ കാളിന്ദീ സലിലേ ബൃഹദ്ഭ്യായൻ നിമമജ്ജ. ശുഭേ കാളിന്ദീ സലിലെ, ശുഭമായ കാളിന്ദീ സലിലത്തിൽ. ഇന്നത്തെ കാളിന്ദീ സലിലോ അല്ല അല്ലെ, ഇന്ന് ഏറ്റവും ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നദിയുണ്ടെങ്കിൽ അത് കാളിന്ദി അഥവാ യമുന. ഇപ്പൊ നമ്മുടെ പെരിയാറ് അതിനെ കടത്തി വെട്ടുന്നുണ്ട്. കേരളത്തിലെ പെരിയാറും മോശമല്ല. എന്തായാലും ഇപ്പൊ അടുത്ത കാലത്ത് മോദിജി വന്നതിന് ശേഷം നമ്മുടെ നദികളൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ സ്വച്ഛമാക്കി
വരുന്നുണ്ട്. സ്വച്ഛഗംഗ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഗംഗയെ സ്വച്ഛമാക്കുന്നതായിട്ടുള്ള പ്രവൃത്തി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം കാണുന്നുണ്ട്. അതുപോലെ യമുനയെയും സ്വച്ഛമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അന്ന് കാലത്ത് ശുഭമായിരുന്നു. യാതൊരു മാലിന്യവും ഇല്ലാത്ത അത്യന്തം പവിത്രമായിട്ടുള്ള ശുഭേ കാളിന്തി സലിലെ, ആ ശുഭമായ മംഗളകരമായിട്ടുള്ള കാളിന്തി സലിലത്തിൽ നിമജ്ജനം ചെയ്തു. നിമഞ്ജനമല്ല, മജ്ജനം. മജ്ജനം ചെയ്യലാണ് മുഴുകൽ, മുങ്ങൽ. കുളിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങുന്ന കാര്യത്തിനാണ് മജ്ജനം എന്ന് പറയുന്നത്, അല്ല മഞ്ജനമല്ല. അല്ലേ, നമ്മുടെ ഗണേശ ചതുർത്ഥിക്ക് എല്ലാവരും നിമഞ്ജന ഘോഷയാത്ര എന്നാ പറയുന്നത്. നിമഞ്ജനമല്ല, നിമജ്ജനം. ഇരിക്കട്ടെ. ഇപ്പൊ നിമമജ്ജ, നിതരാം മമജ്ജ, അർത്ഥം നന്നായി മുങ്ങി. എന്ത് ചെയ്തുകൊണ്ട്? ബൃഹദ്ധ്യായൻ. ബൃഹത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മ. അപ്പൊ ബ്രഹ്മധ്യായൻ എന്ന് പറഞ്ഞാലോ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട്, അഥവാ വേദം സ്മരിച്ചുകൊണ്ട്, ഗായത്രി ചൊല്ലിക്കൊണ്ട് എന്നൊക്കെ അർത്ഥമായി. ആ ബ്രഹ്മശബ്ദത്തിന് ഇതെല്ലാം അർത്ഥമുണ്ട്. വേദം എന്ന അർത്ഥമുണ്ട്. ആ വേദത്തിലെ സബ്ജക്ട് മാറ്റർ ആയിട്ടുള്ള പരബ്രഹ്മതത്വം എന്നർത്ഥം. അതാണ് ആത്യന്തികമായിട്ടുള്ള അർത്ഥം. ബ്രഹ്മതത്വം ധ്യാനിച്ചുകൊണ്ട് അതിന് എന്തിനെ ഉപയോഗിക്കാം? ബ്രഹ്മതത്വത്തെ ധ്യാനിക്കാൻ സഹായിക്കുന്ന ടൂളാണ് വേദം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മന്ത്രമാണ് ഗായത്രി. അതുകൊണ്ട് ഗായത്രി ഉപദേശത്തെ ബ്രഹ്മോപദേശം എന്നാണ് ഉപനയന കാലത്ത് പറയുക. ഉപനയനത്തിൽ കൊച്ചുകുട്ടികൾക്ക് 7-ാം വയസ്സിൽ ഉപനയനം ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെ ഏറ്റവും മുഖ്യ കർമ്മമാണ് ബ്രഹ്മോപദേശം. എന്താണ് ഈ ബ്രഹ്മോപദേശം? ഗായത്രി ഉപദേശം. അപ്പൊ ഈ ബ്രഹ്മശബ്ദത്തിന് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ. അപ്പൊ ബൃഹദ്ധ്യായൻ എന്ന് പറഞ്ഞാൽ ആ മാധ്യന്ത്യനത്തിൽ എന്തിനെ ധ്യാനിച്ചതെന്ന് വെച്ചാൽ ഗായത്രിയിലൂടെ ബൃഹത്തിനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. അല്ലെ, തത് സവിതുരു വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ദേവസ്യ ഭർഗഃ ധീമഹി. സവിതോ ദേവസ്യ ഭർഗഃ ധീമഹി. ആ സവിതാവാകുന്ന ദേവന്റെ തേജസ്, അതാണ് ഭർഗസ്. ആ തേജസ്സിനെ, ആ തേജസ്സിന്റെ ഉറവിടത്തെ, ആ തേജസ് ആരുടെ തേജസ്സാണ്? തസ്യഭാസ സർവമിതം വിഭാതി. അവന്റെ തേജസ് കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അല്ലാതെ സൂര്യചന്ദ്രന്മാർക്കോ അഗ്നിക്കോ നക്ഷത്രങ്ങൾക്കോ മിന്നലിനോ ഒന്നും സ്വപ്രകാശമില്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ബാന്ധം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അപ്പൊ സൂര്യന്റെ തേജസ് ആരുടെ തേജസ്സാണോ അവനെയാണ് ധ്യാനിക്കേണ്ടത്. യദാദിത്യഗതം തേജഃ യച്ഛന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഭഗവത്ഗീത 15-ാം അധ്യായത്തില് ഭഗവാൻ വ്യക്തമാക്കി തരുന്നു. ആദിത്യനിലെ തേജസ് എവിടുന്ന് വന്നിരിക്കുന്നുവോ, ചന്ദ്രമസി, ചന്ദ്രനിലുള്ള തേജസ് ആരുടേതാണോ, യച്ഛ അഗ്നൗ, അഗ്നിയിലുള്ള തേജസ് ആരുടേതാണോ, തേജോ വിദ്ധി മാമകം, ആ തേജസ്, ആ ചൈതന്യം മാമകം ഇത് വിദ്ധി, എന്റേതാണെന്ന് അറിഞ്ഞാലും അർജുന എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യനെ നമ്മൾ കാണുമ്പോൾ, സൂര്യന്റെ തേജസ് കാണുമ്പോൾ ആരുടെ തേജസ്സാണത്? തസ്യ ഭാസ സർവമിതം വിഭാതി. അപ്പൊ നമ്മൾ ബ്രഹ്മധ്യാനമായി. ദേവസ്യ ഭർഗഃ, ഭർഗഃ എന്നുള്ള ശബ്ദത്തിന് തേജസ് എന്നാണ് അർത്ഥം. ചൈതന്യം, പ്രകാശം, ജ്യോതിസ് എന്നൊക്കെ അർത്ഥമാണ് ഭർഗഃ. ഭർഗോ ദേവസ്യ ധീമഹി. അപ്പോ ബൃഹദ്ധ്യായൻ, ആ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ശുഭേ കാളിന്തി സലിലെ നിമമജ്ജ, നന്നായി മുങ്ങിക്കുളിച്ചു, മുങ്ങിക്കിടന്നു. അദ്ദേഹത്തിന്റെ
പരിശീലനം കൊണ്ട് നല്ല ദീർഘമായിട്ട് പ്രാണായാമം ചെയ്യാനുള്ളൊക്കെ കഴിവുള്ളതുകൊണ്ട് എത്ര നേരമാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം പിടിച്ച് കിടന്ന് അദ്ദേഹം ധ്യാനിക്കും. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിലേക്ക് പോകുമ്പോഴോ സമയമൊന്നും അറിയില്ല. താൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു വന്നതാണെങ്കിലും ശീലം കൊണ്ട് പഴയതുപോലെ ആവർത്തിക്കും. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ അത്രയും പ്രാവശ്യം ഗായത്രി ചൊല്ലുകയോ അല്ലെങ്കിൽ അത്രയും പ്രാവശ്യം പ്രാണായാമം ചെയ്യുകയോ ധ്യാനം ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് സമയം പോയി. പിന്നെ മുഹൂർത്ത അർദ്ധ അവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈഹി തദ്ധർമ്മസങ്കടേ. മുഹൂർത്ത അർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി. ഇപ്പൊ ദ്വാദശി അതിന്റെ പാരണയുടെ മുഹൂർത്തം ഇനിയിപ്പോ ആകെ അർദ്ധം അവശിഷ്ടം, അർദ്ധമുഹൂർത്തം അവശിഷ്ടം, അല്പനേരം എന്നുള്ള അർത്ഥത്തിൽ. അർദ്ധമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് ഉണ്ട് നമ്മൾ ഇന്നത്തെ കണക്കില്. ഒരു മുഹൂർത്തം 48 മിനിറ്റാണ്, അർദ്ധമുഹൂർത്തം അപ്പൊ 24 മിനിറ്റാണ്. ഇവിടെ ഇപ്പൊ അത്രയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഒരു ശൈലിയില് പറയുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ മുമ്പ് 60 കോടി ഗൃഹങ്ങളിലേക്ക് എന്ന് പറഞ്ഞു, അതൊരു ശൈലി. ചിലപ്പോൾ 60,000 ഗൃഹങ്ങളായിരിക്കാം, ചിലപ്പോൾ 6,000 ആയിരിക്കാം. അത് 60 കോടി എന്നുള്ളൊരു ഭാഷയിൽ പ്രയോഗിച്ചു. അതുപോലെ ഇവിടെയും മുഹൂർത്ത അർദ്ധാവശിഷ്ടായാം എന്ന് പറയുമ്പോൾ അർദ്ധമുഹൂർത്തം അവശേഷിച്ചിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അല്പനേരം എന്ന് എടുത്താൽ മതി. കൃത്യമായിട്ട് 24 മിനിറ്റ് എന്ന് കണക്കാക്കിയിരിക്കേണ്ട. അദ്ദേഹം അങ്ങനെ ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനായ രാജാവ്. കാരണം ഇതാണ് ഏകാദശി വ്രതത്തിന്റെ ധർമ്മം. അപ്പൊ തന്നെ കാത്ത് ഒരുപാട് പേര് താൻ കാണിക്കുന്നത് കണ്ട് പഠിക്കാനായിട്ട് സമൂഹം മുഴുവൻ ഉണ്ട്. അപ്പോ അവർക്കൊക്കെ മാതൃകയാവേണ്ട ആളാണ് ധർമ്മജ്ഞൻ. അദ്ദേഹം എന്ത് ചെയ്തു? തദ്ധർമ്മസങ്കടേ, ഈ സമയത്തൊരു ധർമ്മസങ്കടം ഉണ്ടായി. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പാരണ മുഹൂർത്തത്തിൽ ചെയ്തില്ല എങ്കിൽ ആ മുഹൂർത്തം കഴിഞ്ഞ് പാരണ വീട്ടിയാൽ അതിനർത്ഥമില്ല. അവിടെ എന്താ പറയുക, ഏകാദശി വ്രതത്തിന്റെ ഫലം വേണ്ടതുപോലെ ആവുകയില്ല. ഒരു എന്താ പറയുക, തോന്നിയവാസം വന്നു ചേരോടെ അല്ലേ? ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെയ്തില്ലെങ്കിൽ, ശാസ്ത്ര അനുസൃതമായിട്ടുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ശാസ്ത്ര ലംഘനം എന്നുള്ളതായിട്ടുള്ള തോന്നിയവാസം എന്നുള്ളത് വന്നു ചേരും. അതൊരു ശാസ്ത്രനിന്ദ ആണ്. അത് സജ്ജനങ്ങൾക്ക്, ധർമ്മജ്ഞന്മാർക്ക് സഹിക്കുന്ന കാര്യമല്ല. അവരെപ്പോഴും ശാസ്ത്രങ്ങളെ പ്രമാണമാക്കിക്കൊണ്ട് അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് ധർമ്മസങ്കടമായി അദ്ദേഹത്തിന്. അതാണ് തദ്ധർമ്മസങ്കടേ പാരണം പ്രതി ദ്വിജൈഹി ചിന്തയാമാസ. പാരണം പ്രതി, പാരണ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ദ്വിജൈഹി, അവിടെ വന്നിരിക്കുന്ന ബ്രാഹ്മണരോട്, അതിൽ അറിവുള്ളവരോട്, വൃദ്ധന്മാരോടൊക്കെ ചിന്തയാമാസ, ആലോചന ചെയ്തു. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഒരു ധർമ്മസങ്കടത്തിലായി പോയല്ലോ. എല്ലാം കഴിഞ്ഞ് പാരണ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹം വന്നത്. മറ്റു ബ്രാഹ്മണരെയൊക്കെ ഊട്ടിക്കഴിഞ്ഞു, അവർക്കുള്ള പശുദാനമൊക്കെ ചെയ്തു കഴിഞ്ഞു. അവരെല്ലാം അനുഗ്രഹിച്ചു പോകാൻ നേരത്താണ് ഈ ദുർവാസാവിന്റെ വരവ്. അപ്പോ വേഗം അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നിയമം മാധ്യാഹ്നികം കഴിക്കാനുള്ളത് വൈകിപ്പോയി എന്ന് പറഞ്ഞ് ഓടിപ്പോയതാണ്. ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇതി കർത്തവ്യത, മൂഢത എന്ന് പറയില്ലേ, അതാണ് ധർമ്മ സങ്കടം വന്നു ചേർന്നു. അപ്പൊ ബ്രാഹ്മണരോട് ആലോചിച്ചു. അവർ വരും വരായികളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പറയുന്നു. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത്. ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ സാധുമേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത്. അപ്പൊ അവര് ചർച്ച ചെയ്തു, ചിന്ത ചെയ്തു. എന്താണ്? ബ്രാഹ്മണാതിക്രമേ ദോഷഃ സ്യാത്. ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ദുർവാസ. അപ്പൊ ദുർവാസാവിനെ അതിഥിയായി സ്വീകരിച്ച് അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം വന്നിട്ടേ ആതിഥേയൻ കഴിക്കാൻ പാടുള്ളൂ. അതിഥിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിഥിക്ക് കൊടുത്തിട്ടേ ആതിഥേയർ കഴിക്കാൻ പാടുള്ളൂ.
അപ്പോ അതും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രുദ്രാംശമായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ദുർവാസാവ് മഹർഷി മഹാതാപസൻ, അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനെ അതിക്രമിക്കുക എന്ന ദോഷം വന്നു ചേരും. അതിക്രമിക്കുക, എടുത്ത് കടക്കുക, അദ്ദേഹത്തെ കടന്ന് കാൽവെക്കുക എന്നൊക്കെ അർത്ഥമാണ്. ക്രമിക്കുക എന്ന് പറഞ്ഞാൽ കാൽവെക്കലാണ്. അതിക്രമം കടന്ന് കാൽവെക്കൽ, അദ്ദേഹത്തിന്റെ മുമ്പേ നടക്കുക എന്നൊക്കെ അർത്ഥമാണ്. ആ ദോഷം ഇന്നിപ്പോ അതൊന്നും ഒരു പ്രശ്നമില്ല ആളുകൾക്ക്, അല്ലേ? ഇന്നിപ്പോ ആര് വേണമെങ്കിൽ അതിക്രമിക്കാൻ ഒരു മടിയില്ല. എന്ന് വെച്ചാൽ എല്ലാ മര്യാദകളും കാറ്റിൽ പറന്നുപോയി. അതിഥികളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരെ ആദ്യം ഭക്ഷിപ്പിച്ചിട്ട് വേണം ആതിഥേയർ ഭക്ഷിക്കാൻ. അതിലും സന്യാസിമാരുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം പരിഗണന. ഏതൊരു സദസ്സിലും എവിടെ ചെന്നാലും ആ സദസ്സില് സന്യാസിമാരുണ്ടെങ്കിൽ അവരെ ഊട്ടിയതിനു ശേഷമേ ബാക്കിയുള്ളവർ ഉണ്ണാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മര്യാദ. കാരണം സന്യാസാശ്രമമാണ് ഏറ്റവും ഉയർന്ന ആശ്രമം. മറ്റുള്ള ആശ്രമങ്ങൾക്കൊക്കെ ഉപരി വർത്തിക്കുന്നതായിട്ടുള്ള എല്ലാവരും എത്തിച്ചേരേണ്ട ലക്ഷ്യമാണ് സന്യാസം. മറ്റതൊക്കെ മാർഗമാണ്, താഴെയുള്ള പടികളാണ്. ഏറ്റവും ഔന്നത്യത്തിൽ എത്തിയിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനം സ്വരൂപമായിരിക്കുന്ന, വൈരാഗ്യം സ്വരൂപമായിരിക്കുന്ന ആ സന്യാസിമാരെ നമ്മൾ എവിടെ വിളിച്ചു വരുത്തിയാലും അവരെ ആദ്യം ഊട്ടിയതിനു ശേഷമേ ബാക്കിയുള്ളവർ ഉണ്ണാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ബാക്കിയുള്ളവരുണ്ടതിന്റെ ഉച്ഛിഷ്ടമാണ് അവർക്ക് കൊടുക്കുന്നത്. ഉച്ഛിഷ്ടം കൊടുക്കുക. ഇപ്പൊ പിന്നെ അക്ഷരാർത്ഥത്തിൽ ഉച്ഛിഷ്ടമാണ്. ഇപ്പോഴത്തെ വിളമ്പലിന്റെ രീതി കൊണ്ട് ശരിക്കും ഉച്ഛിഷ്ടമാണ് കൊടുക്കുന്നത്, അല്ലേ? വിളമ്പലിന്റെ രീതി അറിയാലോ ഇപ്പോഴത്തെ. എന്താണ്? ഇലയിൽ എന്തെങ്കിലും വിളമ്പാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ ഒരറ്റത്തുനിന്ന് നക്കി തുടങ്ങും നമ്മുടെ സംസ്കാരം. വിളമ്പിയതിനെ നക്കി തേച്ച് ആ ഇല നല്ല നക്കൽ കൊണ്ട് ശുദ്ധാക്കി വെച്ചിട്ടുണ്ടാവും. ഈ വിളമ്പുന്നവർക്കോ വകതിരിവുമില്ല. ഇവൻ നക്കിയെടുത്താണ് താൻ വിളമ്പണത് എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ആ വിളമ്പുന്നവൻ അതിൽ തന്നെ എന്തു വേണമെങ്കിലും ഏത് സാധനവും കൊണ്ടുപോയിട്ട് മുട്ടിച്ച് കൊത്തി വിളമ്പും. കാരണം സ്പൂണൊന്നും സാധനം വീഴുന്നില്ല. കറിയാണെങ്കിലും അവിയലാണെങ്കിലും കാളനാണെങ്കിലും ഒന്നും വീഴുന്നില്ല. അപ്പം പിന്നെ ഒരു കൊട്ട്, നക്കിയെടുത്തൊരു കൊട്ട്, എന്നിട്ട് അതേ സ്പൂണ് തന്നെ വീണ്ടും അടുത്ത ആൾക്കും വിളമ്പാൻ ഉപയോഗിക്കുക. അതേപോലെ ചോറ് ഒട്ടും ഇതാവില്ലല്ലോ, ആ ചട്ടകത്തൊന്ന് വീഴില്ല, അന്നക്കൊത്തിന്ന് വീഴില്ല. അപ്പൊ പിന്നെ എന്നാ പിടിച്ചോ, ഇലയിലൊരു കൊട്ട്. എവിടെ പോകുമ്പോഴും എനിക്ക് പറഞ്ഞ് മതിയായി. ഞാൻ മാത്രമേ പറയാനുള്ളൂ. പറയുന്ന ഞാൻ ഒരു ഭ്രാന്തൻ. പറയുന്ന ഞാൻ ഒരു ഭ്രാന്തൻ. ബാക്കി എന്നേക്കാൾ അറിവുള്ളവരൊക്കെ അടുത്തുണ്ട്. അവരൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് അവര് ഇരുന്ന് ആസ്വദിച്ച് ചിരിക്കുകയാണ്. അവർക്ക് പറയാൻ മടി. പൂച്ചക്കാര് മണികെട്ട് എന്ന് പറഞ്ഞ മാതിരി അവരൊക്കെ മടിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അപ്രിയം എങ്ങനെ ഏറ്റുവാങ്ങും എന്ന് വിചാരിച്ചിട്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. പണ്ടത്തെ കാരണവന്മാരൊന്നും അപ്രിയം നോക്കിയിരുന്നില്ല. ആരുടെയും അപ്രിയം നോക്കിയിരുന്നില്ല. മുഖത്ത് നോക്കി കാര്യം പറയുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ആളുകൾ ഇല്ലായ്മയാണ്. എല്ലാവരും ഭീഷ്മർമാരായി, പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ കണ്ണടച്ച് ന്യായീകരിച്ച ഭീഷ്മർമാരായി മാറിയതുകൊണ്ട് സമൂഹം അതപ്പതിച്ച് ഇപ്പോ ഒരു മര്യാദയും ഇല്ലാതെയായി. അപ്പൊ പറയുന്ന ആളുകളുടെ, പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് കൂട്ടിക്കൂട്ടി വരണം. നിങ്ങളൊക്കെ കൂടെ കൂടണം. ഇത് നിരന്തരം കേൾക്കുന്ന നമ്മുടെ കൂടെ വരണം. നിങ്ങളും പ്രതികരിക്കണം. ആര് വേണമെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ടോട്ടെ. ആരെങ്കിലും പറഞ്ഞല്ലേ കാര്യം അറിയാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവരൊന്നും ഒരു കാലത്തും അറിയാൻ പോകുന്നില്ല. ഇത് അപമര്യാദയാണ്, നിന്ദിക്കുകയാണ്. ഇപ്പോ അടുത്ത കാലത്ത് ഇവിടെ പാലക്കാട് തന്നെ ഒരു ആശ്രമത്തിന്റെ ഉദ്ഘാടനത്തിന് പോയില്ലേ ഞങ്ങളൊക്കെ, ശ്രീകൃഷ്ണപുരത്ത്. അപ്പൊ അവിടെ എന്താ പറയുക, സ്വീകരണമൊക്കെ ഗംഭീരമാണ്.
എന്താ പറയുക, ചെണ്ടവാദ്യത്തോടെ, പൂർണ്ണകുംഭത്തോടെ, താലപ്പൊലിയോടെ, എവിടുന്നോ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തുനിന്ന് എതിരേറ്റ് നമ്മളെ കുറച്ച് അളിയിൽ കൂടെയൊക്കെ നടത്തിച്ച് ഗംഭീര സ്വീകരണം. ശരി, അതൊക്കെ സന്തോഷം. അപ്പം അതൊക്കെ കഴിഞ്ഞ് യതിപൂജ, അതിനേക്കാളും കേമം. യതിപൂജ ഗംഭീരമായിട്ട് എല്ലാ ചടങ്ങുകളോടും കൂടി വിധിപ്രകാരം എന്ന് പറഞ്ഞ പോലെ അതിനുള്ള ചടങ്ങുകളൊക്കെ എണ്ണി പറഞ്ഞിട്ടാണ് ചെയ്യിക്കുന്നത്. ഓരോ യതിയുടെ മുമ്പിലും ഓരോ പൂജകൻ എല്ലാവരും ഒരു സെറ്റ് പൂജാപാത്രങ്ങളുമായിട്ട് 2 കിണ്ടി, അതിനുള്ള മറ്റ് എന്താ പറയുക ആലവാലങ്ങളെല്ലാം, ചന്ദനപാത്രം, കുങ്കുമപാത്രം, ഭസ്മപാത്രം, പൂക്കള്, മാല, എല്ലാം തനിയെ. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിശദമായിട്ട് ഒരാൾ കമന്ററി കൊടുത്തോണ്ടേ ഇരിക്കുക. എന്നിട്ട് പൂജ 1.5 മണിക്കൂർ പൂജ, 12:15 തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ വരെ. ഇവിടെ മനുഷ്യർ കാഞ്ഞിരിക്കുക വിശന്നിട്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇവിടുന്ന് പോയതാ. അവിടെ വന്നിട്ടുള്ളവരൊക്കെ അവിടെ നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് വെട്ടി വിളമ്പുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന സമയത്ത് ഒരു പന്തലിരുന്ന് ഇഡ്ഡലിയും ചട്ടണിയും ഒക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇവിടുന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. 7 മണിക്ക് മുമ്പേ ഇവിടുന്ന് കഴിച്ചിട്ട് പോയതാണ്. വഴിയിൽ നിന്ന് വേറെ ചില ആളുകളെയൊക്കെ പിക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ 1.5 മണിയായിട്ടും ഈ ഷുഗറുകാർക്കൊന്നും ഒന്നുമില്ല, ഒരു പച്ചവെള്ളം പോലും ഇല്ല. ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ടതെങ്കിലും ഇടയ്ക്ക് കൊടുക്കാമായിരുന്നു, അതുമില്ല. ഈ ഇരുത്തം തന്നെ. അപ്പോൾ 1.5 മണിയും കഴിഞ്ഞ് ഈ സന്യാസിമാരിവിടെ പൂജയിൽ മുഴുകിയിരിക്കുമ്പോൾ അപ്പുറത്തൊരു ഭാഗത്ത് ശാപ്പാട് പൊടിക്കുന്നുണ്ട്. 11:30 തൊട്ട് അവിടെ വന്നവരൊക്കെ ഈ 9 മണിക്ക് ഇഡലി തിന്നവര് 11:30 വീണ്ടും ഊണ് കഴിക്കുകയാണ്, ഒരു മര്യാദയില്ലാതെ. 9 മണിക്ക് അവർ നല്ലോണം മൂക്കറ്റ ഇഡ്ഡലി കയറ്റിയവരാണ്. പിന്നെയാണ് അവർ വന്നിട്ട് 11:30 തൊട്ട് ഊണിന് മത്സരിക്കുന്നത്. ഇവിടെ ഉള്ളവര് സന്യാസിമാരിവിടെ യതിപൂജയിൽ മുഴുകി. എന്ത് പൂജയാണ്? വാസ്തവത്തിൽ പൂജയിലെ ഏറ്റവും മുഖ്യ അംഗമാണ് നൈവേദ്യം. പൂജയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അംഗമാണ് നൈവേദ്യം. നൈവേദ്യം കൂടാതെ ഒരു പൂജ പൂർണ്ണമാവുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ചുരുക്കാം, ബാക്കി ഉപചാരങ്ങളൊക്കെ ചുരുക്കാവുന്നതാണ്. ഒരു പൂജയ്ക്ക് മുഖ്യമായിട്ട് വേണ്ടത് നൈവേദ്യമാണ്. ആ നൈവേദ്യത്തിന്റെ അംഗമാണ് ഒരു യതിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. യതിയുടെ പൂജയുടെ മുഖ്യ അംശമാണ് യതി പൂജയില് ഭിക്ഷ കൊടുക്കുന്നത്. ആ ഭിക്ഷയ്ക്കാണ് പ്രാധാന്യം. വടക്കേ ഇന്ത്യയിലൊക്കെ വന്ന് കാണണം. ഈ വടക്കേ ഇന്ത്യ കാണാത്തത് കൊണ്ടാണ് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാ തോന്നിയവാസവും നടക്കുന്നത്. അപ്പൊ അന്നത്തിനാണ് അവിടെ പ്രാധാന്യം. അതിൽ തൃപ്തരായാൽ ബാക്കിയുള്ളതൊക്കെ തൃപ്തിയാവും. അത് മര്യാദയ്ക്ക് കൊടുത്താൽ, അത് നന്നായിട്ട് കൊടുത്താൽ ബാക്കിയുള്ളതെല്ലാം തൃപ്തിയാവും. അപ്പൊ അന്നമാണ് ഒരു യതിക്ക് ഏറ്റവും മുഖ്യം. അതാണ് മുഖ്യ ഭിക്ഷ, അതാണ് മുഖ്യ പൂജ. അത് ആദ്യം തിരിച്ചറിഞ്ഞിരിക്കുക എല്ലാവരും. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ആ അതിഥിക്കാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അയാൾക്ക് വിശക്കുമ്പോൾ വെള്ളവും വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ വെള്ളവുമാണ്. ബാക്കി ഉപചാരങ്ങളൊക്കെ സെക്കൻഡറിയാണ്. ബാക്കി നല്ല വാക്ക് പറയുന്നതോ മറ്റെന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നതോ എല്ലാം സെക്കൻഡറിയാണ്. ദിസ് ഈസ് ദ പ്രൈമറി പൂജ, പ്രൈമറി നീഡ്. അപ്പൊ ഇത് വയസ്സായിട്ടുള്ള, ഷുഗർ വന്നിട്ടുള്ള, അതും എന്തിനു പറയണം, നമ്മുടെ സദാനന്ദ സരസ്വതി സ്വാമികൾ 89 വയസ്സ് ക്രച്ചസുമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ പൂജ അങ്ങനെ നീണ്ടു പോവണം. പൂജ കഴിഞ്ഞ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ഓടുകയാണ് മൂത്രമൊഴിക്കാനായിട്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കാളികളാവുന്ന നമ്മൾ ആരെ ബഹുമാനിക്കുന്നുവോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ വേണം ബഹുമാനിക്കാൻ. അവരെ പീഡിപ്പിക്കാത്ത രീതിയിൽ വേണം ബഹുമാനിക്കാൻ. ഈ കോമൺ സെൻസ് എങ്കിലും വേണം എല്ലാവർക്കും. ഇതിലെ ആ സ്വാമിനിയമ്മയെ നമ്മൾ കുറ്റം പറയില്ല. കാരണം അവരൊരു പാവ നിഷ്കളങ്കയാണ്. അവർക്ക് അവിടെ പരിമിതികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആ നാട്ടിലുള്ള ഒരുപാട് സംഘാടകരാണ് അത് ചെയ്യുന്നത്. അവരെ വേണം പറയാൻ. ചില പൂജ പഠിപ്പിക്കുന്ന, എന്താ പറയുക, തന്ത്രം പഠിപ്പിക്കുന്ന ആചാര്യന്മാരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവരിതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളിവിടെ എത്ര പേരുണ്ട്,
ഞങ്ങളുടെ ശിഷ്യന്മാരെ കണ്ടു പഠിച്ചോളൂ, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ പേരും പ്രശസ്തിയും അവര് വീഡിയോയില് നിറഞ്ഞു നിൽക്കാനും അവിടുത്തെ ഒരു ലോക്കൽ മീഡിയ ലൈവ് തന്നെ ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആ പൂജകന്മാര് കുറെ പേരുള്ളവര്, പൂജ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് അവരുടെ കാര്യങ്ങൾ കാണിക്കുകയാണ്. അവരുടെ പൊങ്ങച്ചം കാണിക്കുക എന്ന് പറയാ, പച്ചയ്ക്ക് പറഞ്ഞ. അതിൽ സഫറാവുന്നത് ആരാണ്? ഈ യതികളാണ്. യതിയെ പൂജിക്കാൻ വിളിച്ച് നിന്ദിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള മൂഢത്തരം അവർക്ക് അറിയുന്നില്ല. ഈ കാര്യങ്ങൾ അന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ അന്ന് കടിച്ചമർത്തുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, സ്വാമിമാർക്കുള്ള സ്ഥലം അവിടെ മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞ് മൈക്കിലൂടെ ഈ പൂജ കഴിച്ച മുഖ്യ കർമ്മികള് വിളിച്ചു പറയുന്നുണ്ട്. ആര് കേൾക്കാൻ? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിറഞ്ഞിരിപ്പുണ്ട്, എല്ലാവരും വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ പുറകിൽ നിരന്നു നിൽക്കൂ, അവരെഴുന്നേൽക്കുമ്പോ കേറി സീറ്റ് പിടിച്ചോളൂ. ഒരു എന്താ പറയുക, കസേര കളിയില്ലേ, അത് കളിക്കാനാ പറഞ്ഞത് നമ്മളോട്. കസേര കളിക്കാൻ അവർ എഴുന്നേൽക്കുമ്പോ ചാടി പിടിക്കണം, അല്ലെങ്കിൽ ആൺകുട്ടികൾ പിടിക്കും. ചിദാനന്ദപുരി സ്വാമിജി സദാനന്ദ സരസ്വതി മൂത്രമൊഴിച്ച് പാവം നോണ്ടി എത്രയോ ദൂരം വരണം ഈ പന്തലിലേക്ക്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി വരണം. മുകളിലത്തെ ഒരു ലെവലിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ, ഇത്രയും വയസ്സായിട്ടുള്ള ആളെ പ്രത്യേകമായിട്ട് ഇരുത്തി ഒരു ഭാഗത്ത് കൊടുക്കാനോ ശ്രദ്ധിക്കാനോ ഒരാളും ഇല്ല. അദ്ദേഹത്തെ അത്ര കഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് അദ്ദേഹം ആ ക്ഷണത്തെ ബഹുമാനിച്ചു വന്ന. ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ടു വന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ, ആ കുട്ടി അവിടെ വന്ന അത്രയും കെഞ്ചി വിളിച്ചതാണ്, അതിനെ മാനിക്കണ്ടേ, അതിന് വന്നതാണെന്ന് സ്വാമിജി പാവം പറഞ്ഞു. കഴിക്കാതെ പോരാമായിരുന്നു. അതിന് ഷുഗറുകാരൊക്കെ ബോധം കെട്ട് വീഴും. എനിക്ക് വണ്ടി ഓടിച്ചു വരേണ്ടതുണ്ട്, വണ്ടി ഓടിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ലായിരുന്നു. അവിടെയൊന്നും പരിസരത്തൊന്നും വേറൊന്നും കിട്ടൂല്ലായിരുന്നു. ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ കഴിക്കാതെ പോരും. കഴിക്കാതെ എത്രയോ പോന്നിട്ടുണ്ട്. കഴിക്കാതെ പോരേണ്ടതാണ്. ഇവിടെ അടുത്ത് വല്ലയിടത്തുവാണെങ്കിൽ ഞാൻ പോകുന്നുണ്ടാവും. എനിക്ക് എൻ്റെ കൂടെ 4 പേരെയും കൂട്ടിക്കൊണ്ട് അവരെ ഓരോ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം തിരിച്ചിവിടെ എത്തിയിട്ട് വേണം അല്ലെങ്കിൽ കഴിക്കാൻ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 3 മണി കഴിയും. അതുകൊണ്ട് വയ്യാത്തത് കൊണ്ട് മാത്രമാണ് അവിടുന്ന് കഴിച്ചത്. വൃത്തികേട് കൊണ്ട് കൂടെയുള്ളവരും പാവം കഴിക്കട്ടെ എന്ന് വെച്ചത്. പറഞ്ഞു വന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ആരൊക്കെ ബാധിക്കപ്പെടുന്നുണ്ട്, ആരെയാണ് നമ്മൾ വന്ദിക്കാൻ ഉദ്ദേശിച്ചത്, അവരെ വന്ദിക്കുന്നുണ്ടോ അതോ നിന്ദിക്കുന്നുണ്ടോ, എന്താണ് വന്ദനം, എന്താണ് മനസ്സിലായി. ഓക്കെ, സ്വാമിനി അമ്മയെ നമ്മൾ കുറ്റം പറയില്ല. അവരൊരു പാവം, നമ്മൾക്കൊരു എന്താ പറയുക, മകളെ പോലെയോ ഒരു അനിയത്തിയെ പോലെ തന്നെ ഉള്ളവർ. അവർ നിഷ്കളങ്കയാണ്. അവരുടെ ആ ഒരു നല്ല മനസ്സാണ് നമ്മളെയൊക്കെ അവിടേക്ക് എത്തിച്ചത്. നമ്മുടെ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ നിത്യാനന്ദാശ്രമം ഉദ്ഘാടനം പരിപാടിയിലായിരുന്നു പറയാം. ഇതൊക്കെ സംഭവിച്ചതാണ്. ചിദാനന്ദപുരി സ്വാമിജി അടക്കം ഭക്ഷണം കഴിക്കാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പുറകെ ചെന്ന് നിൽക്കുന്ന അവസ്ഥ. അവർ മാറിയിട്ട് വേണം, അവരുടെ എച്ചിലൊക്കെ തുടച്ചതിന് ശേഷം കയറിയിരിക്കണം. പറഞ്ഞു വന്നത്, ഏതൊരു സദസ്സിലും നിങ്ങൾ സന്യാസിമാരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം ബഹുമാനം കൊടുക്കേണ്ടത്. എല്ലായിടത്തും അങ്ങനെ വേണം. യതികൾക്ക് പ്രത്യേക സ്ഥാനം തന്നെ കൽപ്പിച്ച് അവരെ
പൂർണ്ണമായിട്ടും യതികൾ മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്തിരുത്തി അവരെ പൂജിച്ച് അവരെ ബഹുമാനിച്ച് വേണം ഇത് കൊടുക്കാൻ. വടക്കേ ഇന്ത്യയിൽ നമ്മുടെ ഋഷികേശിലെ ആശ്രമത്തിലൊക്കെ ഭണ്ഡാര എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ സന്യാസിമാരുടെ കൂടെ വേറൊരാളും ഇരിക്കാൻ ധൈര്യപ്പെടില്ല. ഒരാൾക്കും ധൈര്യം വരില്ല. കാരണം അവര് കയ്യിലുള്ള കമണ്ടൽ കൊണ്ടോ ദണ്ട് കൊണ്ടോ അടിച്ചോടിക്കും. പിന്നെ ബ്രഹ്മചാരിമാര്, നൈഷ്ഠിക ബ്രഹ്മചാരിമാരുണ്ട് അവിടെ ആശ്രമങ്ങളിൽ പഠിക്കുന്നവര്. ആ കുട്ടികളെ ഇരിക്കാൻ സമ്മതിക്കും. കാരണം അവർ വേദം പഠിക്കുന്നവരും ശാസ്ത്രം പഠിക്കുന്നവരുമായിട്ടുള്ള ബ്രഹ്മചാരിമാരാണ്. ഇവരുടെ കൂടെ ലാസ്റ്റ് സന്യാസിമാരെല്ലാം ഇരുന്ന ശേഷം ബാക്കിയുള്ള സ്ഥലത്ത്, അതെ, ഇവിടെ ആശ്രമ ഉദ്ഘാടനത്തിന് മുഴുവൻ വന്ന കാര്യം ഭക്ഷണം കഴിക്കൽ തന്നെയാണ് അവര്. അല്ലാതെ പ്രസംഗം കേൾക്കാനോ യതിപൂജയിൽ പങ്കെടുക്കാനോ കാണാനോ ഒന്നുമല്ല. യതിപൂജ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടെ സദസ്സ് കാലിയായിരുന്നു. കാണേണ്ട സദസ്സ് അവർ മുഴുവൻ ഉണ്ണാനുള്ള പന്തലിലായിരുന്നു. അപ്പൊ നിങ്ങളിതെല്ലാം മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ബോധമില്ലാത്ത ആൾക്കാരായിട്ട് ഈ കൂട്ടത്തിൽ കൂടും. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്തെങ്കിലും സംസ്കാരം, ധർമ്മം ബാക്കി വെക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം, അല്ലേ? എല്ലാം പോയി, എല്ലാം നശിച്ചു, എല്ലാം മറന്നു. വല്ലതും ബാക്കി വെക്കാൻ ശ്രമിക്കാം, നമുക്ക് അത്രേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഓർമ്മിക്കാൻ വേണ്ടി. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ എങ്ങനെയാ വെച്ചാല് ഭണ്ഡാര എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആശ്രമങ്ങളിൽ, അവിടെ ഒരുപാട് ആശ്രമങ്ങളിൽ ഒരേ സമയത്ത് തന്നെ നടക്കും. അവിടെ ലക്ഷക്കണക്കിന് സന്യാസിമാരുണ്ട് ഋഷികേശിലും ഹരിദ്വാറിലുമായിട്ട്. ഒരു ആശ്രമത്തിൽ ഭണ്ഡാര നടത്തുന്നുണ്ടെങ്കിൽ അതിന് സ്പോൺസർമാരുണ്ടാവും. വഴിപാടായിട്ട് ഏതെങ്കിലും വലിയ വലിയ ബിസിനസ്സുകാര്, എന്താ പറയുക, ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും UP നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരാണ് ഈ ഭണ്ഡാര സ്പോൺസർ ചെയ്യുക. അവരുടെ പിതൃക്കളുടെ സ്മരണാർത്ഥം, അച്ഛന്റെ ശ്രാദ്ധം, അമ്മയുടെ ശ്രാദ്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷത്തോടനുബന്ധിച്ച് സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കണം, ദക്ഷിണ കൊടുക്കണം എന്നവർ നിശ്ചയിച്ചാൽ ഈ പറഞ്ഞ ആശ്രമങ്ങളിലൊക്കെ അതിനുള്ള വ്യവസ്ഥയുണ്ട്. ഒരു ഫോൺ ചെയ്താൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, എന്നിട്ട് ബാങ്കിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇനി അവർ നേരിട്ട് വന്നാലോ അത് ഉത്തമം. അങ്ങനെ എത്ര പേർക്ക് വേണം എന്ന് നമ്മൾ ആശ്രമത്തിൽ നിന്ന് തന്നെ ചോദിക്കും. നിങ്ങൾ എത്ര പേർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്? അപ്പൊ അവർ ബഡ്ജറ്റ് പറയും, ഇത്ര ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 300 പേർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 500 പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ഇവിടുന്ന് അറിയിക്കും. അത് പ്രകാരം അവര് സമ്മതിച്ച് അതിനുള്ള പൈസ അവര് ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ചെക്കായിട്ടോ ക്യാഷായിട്ടോ ഒക്കെ തരും. ആശ്രമത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യാം. നമ്മൾ ആശ്രമങ്ങളാണ് അതിന്റെ നടത്തിപ്പ്. ഇപ്പൊ നമ്മുടെ സ്ഥിരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്, കാറ്ററിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ എത്ര പേര് വരുന്നു അവർക്കുള്ള ടോക്കൺ, അതിന് പർച്ചി എന്നാണ് അവിടെ പറയുക. പർച്ചി ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് പർച്ചി. ടോക്കൺ ഇഷ്യൂ ചെയ്യാം. അതിൽ ആശ്രമത്തിന്റെ സീലും നമ്പറും, ഇത്രാം ദിവസത്തിൽ നടക്കുന്ന ഭിക്ഷയ്ക്കായിക്കൊണ്ട് ഇത്ര നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് സീരിയൽ നമ്പർ ഇട്ടിട്ട് 300 പേർക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ 300 ടോക്കൺ തയ്യാറാക്കും, അല്ലെങ്കിൽ 500 പേർക്കാണെങ്കിൽ 500 ടോക്കൺ തയ്യാറാക്കും. എന്നിട്ട് അടുത്തുള്ള ആശ്രമങ്ങളിലൊക്കെ ഇവിടെ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് പോകും. നമ്മൾ തന്നെ പോകും. ഞാൻ തന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. മറ്റാശ്രമങ്ങളിൽ ചെന്ന് അവരോട് ചോദിക്കും, അവിടുന്ന് എത്ര പേര് വരും. ഇപ്പോൾ കൈലാസാശ്രമം, അല്ലെങ്കിൽ ശിവാനന്ദാശ്രമം, അല്ലെങ്കിൽ സ്വർഗാശ്രമം, അങ്ങനെ അനേക ആശ്രമങ്ങൾ ചുറ്റുപാടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെന്ന് ഇവിടുന്ന് എത്ര യതികൾ വരും, എത്ര സന്യാസിമാർ വരും എന്ന് ചോദിക്കും. അത്രയും ടോക്കൺ കൊടുക്കും. 5 പേര് വരും, അല്ലെങ്കിൽ 10 പേര് വരും എന്നൊക്കെ പറയണം. അവർ പറയാ മൂർത്തി എന്നാണ് പറയുക. 5 മൂർത്തി, 5 മൂർത്തി ആയെങ്കിൽ, 10 മൂർത്തി ആയെങ്കിൽ, 3 മൂർത്തി ആയെങ്കിൽ
മൂർത്തികളാണ് വരിക. അവർ മൂർത്തി എന്നാ പറയുക, സന്യാസിമാരുടെ മൂർത്തികൾ അവർ വരും. അപ്പൊ അത്രയും ടോക്കൺ അവിടെ കൊടുക്കും, അവർ അത് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിലൊക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും ബഹുമാനമായിട്ടുള്ളത് കൊണ്ട് കൈലാസാശ്രമം, ശിവാനന്ദാശ്രമം, അവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ പ്രധാനികളൊക്കെ വരും. വേറെ വല്ലയിടത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും പോവില്ല. നടത്തുന്ന ആളുകളുടെ ആ ഒരു മര്യാദകളും മാന്യതകളും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഓരോരുത്തരും പോവുക. അപ്പൊ പ്രമുഖ സന്യാസിമാരൊന്നും എല്ലായിടത്തൊന്നും വലിഞ്ഞു കയറി പോവില്ല. നമ്മുടെ ഇവിടേക്ക് വിളിച്ചാൽ ഇവരൊക്കെ വരും. അപ്പോ അങ്ങനെ എണ്ണം പ്രധാന ആശ്രമങ്ങളിലൊക്കെ ചെന്ന് കൊടുക്കും. ഇനി വല്ലതും ബാക്കി എണ്ണം ടോക്കൺസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അവിടെ തന്നെ അതിന് നേതാക്കളൊക്കെ ഉണ്ട്, അവർ ഓർഗനൈസ് ചെയ്യുന്നു. അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, ഇതാ ഇത്ര നിങ്ങൾ വരണം എന്ന് പറഞ്ഞു കൊടുത്താൽ അവരൊക്കെ വരും. അപ്പൊ ഗേറ്റിൽ നിന്ന് തന്നെ ഈ ടോക്കൺ വാങ്ങിച്ചിട്ടാണ് അവരെ അകത്തേക്ക് കടത്തിവിടുക. ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. ഈ സന്യാസിമാരുടെ ടോക്കൺ വാങ്ങിച്ച് സിനിമാ ടിക്കറ്റ് കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് അവരകത്തേക്ക് കയറ്റിവിടും. വേറെ ആര് വന്നാലും അവിടെ പ്രവേശനമില്ല. അതുകൊണ്ട് അതൊരു വ്യവസ്ഥ ആയതുകൊണ്ട് വേറെ ആരും വരൂല്ല. ഇതൊരു വ്യവസ്ഥയായതുകൊണ്ട് ഇതൊരു സിസ്റ്റമാണ് അവിടുത്തെ. അതുകൊണ്ട് വേറെ ആരും വന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരും അതിക്രമിച്ച് വരികയും ഇല്ല, അന്യരാരും വരികയില്ല. സാധാരണ ഗൃഹസ്ഥന്മാരോ മറ്റുള്ളവരോ ഒന്നും ഈ യതിപൂജയിൽ അഥവാ ഭണ്ഡാരത്തിലേക്ക് വരികയേ ഇല്ല. പോരെ, കാരണം അവർക്കറിയാം വന്നിട്ട് കാര്യമില്ല. പിന്നെ ആകെ വരുന്നത് ഈ ആശ്രമങ്ങളുടെ ബന്ധുക്കൾ വരും. ഇപ്പൊ നമ്മുടെ ദയാനന്ദ ആശ്രമത്തിൽ നടക്കുമ്പോൾ ദയാനന്ദ ആശ്രമത്തോട് ബന്ധപ്പെട്ട ശിഷ്യഗണങ്ങള്, അവരുടെ ബന്ധുക്കള്, ദൂരത്തുനിന്ന് വരുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ വിളമ്പാനും സഹായിക്കാനും ഉള്ളവരാണ്. അല്ലാതെ അവര് യതിപൂജയുടെ ഒപ്പം ഇരുന്ന് ഈ പറഞ്ഞ സന്യാസിമാരുടെ ഒപ്പം ഇരിക്കാൻ ആർക്കും അർഹതയില്ല. എന്തിനാ, നമ്മുടെ ആശ്രമത്തിലേക്ക് ഭണ്ഡാരത്തിന് വിളിക്കുമ്പോൾ നമ്മളും ഇരിക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് സെർവ് ചെയ്യാനുള്ളവരാണ്. എല്ലാ അതിഥികളെയും സൽക്കരിച്ച് അവർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തതിന് ശേഷമേ നമ്മൾ പിന്നീടുള്ള ഇതിലേ ഇരിക്കുള്ളൂ. നമ്മളും യതികളാണ്, നമുക്കുള്ള പൂജ പിന്നീടാണ്. എന്താ പറയുക, ആതിഥേയരായിട്ടുള്ള യതികളാണ്. അപ്പൊ നമ്മളെ പ്രത്യേകമായിട്ട് പിന്നീട് പൂജിച്ചോളും. അപ്പൊ ഈ പറഞ്ഞ ഇവരെല്ലാം വന്ന നേരെ അന്നശാല തന്നെയാണ്. എല്ലാം വരിവരിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. നിലത്തിരിക്കാനാണ് അവർക്ക് താല്പര്യം. മറ്റ് ബെഞ്ചും ഡെസ്കും ഒന്നും അവർക്ക് ആവശ്യമില്ല. നേരെ വന്ന് നിലത്തിരിക്കുന്ന പായ വിരിച്ചിട്ടുണ്ടാവും, മാറ്റ് വിരിച്ചിട്ടുണ്ടാവും, അതിലിരിക്കും. അതില് ഇലയല്ല, അവിടെ ഇതാണല്ലോ ഇല കൊണ്ടുള്ള പ്ലേറ്റ്, പ്ലാവില പോലെയുള്ള ഇലകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതെല്ലാം വേണ്ടതുപോലെ വെച്ചിട്ടുണ്ടാവും. വെള്ളം, പിന്നെ അവർ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് വിളമ്പും. പ്രധാനമായിട്ടും ഒരു 2-3 വക സ്വീറ്റ്സ്, പിന്നെ പൂരി, അതുപോലെ റൈസിന്റെ ഐറ്റംസ് ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള കറികൾ ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെല്ലാം വിളമ്പും. ആരും തൊടില്ല. എല്ലാവർക്കും വിളമ്പിക്കഴിഞ്ഞ് എല്ലാവരും കൂടി ഗീത ചൊല്ലി ബ്രഹ്മാർപ്പണം ചൊല്ലിയിട്ടേ തൊടുള്ളൂ. ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിൽ മുതിർന്നവരുടെ നിന്ന് നല്ല കണക്കിൽ ആട്ട് കിട്ടും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക തന്നെ. അപ്പൊ അതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ദക്ഷിണ വിതരണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞാൽ ഈ ആരാണോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൈകൊണ്ട് തന്നെ ദക്ഷിണ കൊടുത്ത് വരിവരിയായിട്ട് അവരും അവരുടെ ബന്ധുക്കളും ഓരോ റോല് ഓരോരുത്തർ കൊടുക്കും. അപ്പൊ അവരങ്ങനെ വന്ന് ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കും. ഓരോരുത്തരുടെ മുമ്പിലും ചെന്ന് നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിക്കും. ദക്ഷിണയുടെ പുറമെ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് പല സാധനങ്ങൾ ഉണ്ടാവും. ചിലർ കമ്പിളി കൊടുക്കും, സ്വെറ്റർ കൊടുക്കും, പാതുകങ്ങൾ എന്ന് പറഞ്ഞ ചെരുപ്പുകൾ കൊടുക്കും, പിന്നെ മുണ്ടും വസ്ത്രങ്ങൾ കൊടുക്കും, കൊട കൊടുക്കും, കമണ്ടലു എന്ന് പറഞ്ഞ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, തൂക്കുപാത്രങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഓരോരുത്തരായിട്ട് വരിവരിയായിട്ട് ചെന്ന് കൊടുക്കും. അതൊക്കെ അവര് വാങ്ങിച്ചൊരു ബാഗിൽ മാറ്റിവെക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ബ്രഹ്മാർപ്പണം പറഞ്ഞ് ഊണ് കഴിക്കുക. ഊണ് കഴിച്ച് എല്ലാവരും വളരെ വേഗത്തിൽ ഊണ് കഴിച്ചു കഴിയും. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലേ എണീക്കുള്ളൂ. ഓരോരുത്തരായി എണീക്കില്ല. ഒരുവിധം മെജോറിറ്റി കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലെ മൂത്താള് ഒരു ഹര നമഃ പാർവതീപതയേ എന്ന് പറഞ്ഞാൽ ഹര ഹര മഹാദേവ എന്ന് പറയലും ചാടി എഴുന്നേൽക്കലും ഓടലും കഴിഞ്ഞിട്ടുണ്ടാവും. ഒറ്റ നിമിഷം കൊണ്ട് കാലിയായിട്ടുണ്ടാവും. അവരുടെ സാമാനങ്ങളും എടുത്ത് അവരെവിടെ കൈ കഴുകാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ പോയിട്ടുണ്ടാവും. വളരെ കാണാൻ
രസകരമായിട്ടുള്ള ഒരു ഭവ്യമായിട്ടുള്ള പരിപാടിയാണ് ഈ ഭണ്ഡാര എന്നുള്ളത്. നമ്മുടെ ആശ്രമത്തിൽ മിക്കവാറും ഒന്നരാടം നടക്കുന്ന പരിപാടിയാണ്, ദയാനന്ദാശ്രമത്തിൽ. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ ബാക്കി ആരെങ്കിലും ചെന്ന് ഒപ്പം ചെന്നിരുന്നാൽ അടി ഉറപ്പാണെന്ന് പറയാ. അതിനുള്ള ആളുകളും ഉണ്ട്, വടിയും കമണ്ടലും കൊണ്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അടി ഉറപ്പാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണം. അഖാഡ എന്ന് പറയുന്ന ഭടന്മാരുണ്ട്, സന്യാസിമാരെ രക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ളതായിട്ട് 4 പ്രധാന അഖാഡകളുണ്ട് ഭാരതത്തിൽ. നിരഞ്ജനി അഖാഡ, എന്താണ് അഖാഡകളുടെ പേര് ഓർമ്മ വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള അഖാഡകള്, അതിൽ ട്രെയിനിങ് ഉണ്ട്, ആയുധ അഭ്യാസം വരെ ഉണ്ട് അവർക്ക്. വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ വരെ ഭാരതത്തിന് വേണ്ടി. അങ്ങനെയുള്ളവരാണ് കാശിയൊക്കെ രക്ഷിക്കാനായിട്ട് പണ്ട് ഔറംഗസേബിന്റെ ആളുകളോട് യുദ്ധം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുള്ളത്, സന്യാസിമാരായിട്ടുള്ളവർ. അവർക്ക് ശാസ്ത്ര പഠനമൊക്കെ രണ്ടാമതാണ്. അവർക്ക് ഈ ശാരീരിക ശിക്ഷണം, യോഗാഭ്യാസം, ഇങ്ങനെയുള്ള തപസ്, അതൊക്കെയാണ് അവർക്ക് മുഖ്യം. അങ്ങനെയുള്ളവരുടെ പ്രകടനമാണ് ഈ ഘോഷയാത്രയിൽ, കുംഭമേളയിൽ കാണുക. അവരുടെ പല ആയുധ പ്രകടനങ്ങൾ, അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ, അവരുടെ ശാരീരിക ക്ഷമതയുടെ പ്രകടനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കുംഭമേളയിൽ പോയാൽ ഘോഷയാത്രയിൽ കാണാം. വളരെ രസകരമാണ്. നഗ്ന സന്യാസിമാരൊക്കെ നടക്കുന്നില്ലേ, അവരുടെയൊക്കെ പല അഭ്യാസങ്ങളുണ്ട്, ഒന്നും രസകരമായിരിക്കും. നഗ്നരായി നടക്കുന്ന ആളുകളെ 2 വശത്തും സ്ത്രീകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അവരൊക്കെ വീണ് 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 നമസ്കരിക്കുകയാണ് ചെയ്യുക. അവരുടെ നേരേക്ക് നോട്ടുകെട്ടുകളും പൈസകളും ഒക്കെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക, മഴ പോലെ പെയ്യും. അവരതൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഉണ്ടാവില്ല, നടന്നു കൊണ്ടാവും. അത്രയും വൈരാഗികളാണ് അവർ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായം ഇത് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. ഭാരതത്തിലെ സന്യാസിമാർക്കാണ്, സനാതനധർമ്മത്തിലെ സന്യാസിമാർക്കാണ് ഏറ്റവും മുൻ പരിഗണന കൊടുക്കേണ്ടത് ഏത് രംഗത്തും. അതല്ലെങ്കിൽ അത് നിന്ദയാണ്, അതിൻ്റെ ശാപം. അത് ആരൊക്കെ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ എന്താ പറയുക, മഹാത്മാക്കളെ, ജ്ഞാനികളെ, തപസ്വികളെ അവഗണിക്കുക എന്നുള്ളത് വലിയൊരു അപരാധമാണ്, പാപമാണ് എന്നുള്ളത് അറിവ് വേണം. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും സന്യാസി വേഷം ധരിച്ച് ആരെ കണ്ടാലും ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും എന്താ പറയുക, അപമാനിക്കാതിരിക്കുക, നിന്ദിക്കാതിരിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ബഹുമാനം കൊടുത്ത്, പ്രയോറിറ്റി കൊടുത്ത്, അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർ കഴിക്കുക എന്നുള്ള അത് പറഞ്ഞു കൊടുക്കുക. അറിവില്ലാത്ത മൂഢജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ട് ഞാൻ ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. പറഞ്ഞതോടുകൂടി എൻ്റെ ധർമ്മരോഷമൊക്കെ കുറച്ചങ്ങട് കുറഞ്ഞു, ഒരാശ്വാസമായി. അവിടെയും ഇതൊക്കെ പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ള സംഘാടകരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു വെക്കാം, ഒട്ടും ശരിയായില്ല, നിങ്ങൾ ശരിക്കും പൂജിക്കാൻ വിളിച്ച് നിന്ദിക്കുകയാണ് ചെയ്തത് എന്ന് സംഘാടകരോട് തന്നെ പറഞ്ഞു. ആ അമ്മയെ മാത്രം വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ആ സന്യാസിനി അമ്മയോട് മാത്രം പറഞ്ഞില്ല. അവർക്കത് വലിയ ഷോക്കായി പോവും, താങ്ങാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും കൊടുത്തു, നല്ലോണം കൊടുത്തു. ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ട് അതിനെ ആസ്വദിക്കുകയായിരുന്നു. സ്വാമിജിക്ക് പറയാൻ മടിയുണ്ട്, സ്വാമിജി എല്ലാം സഹിക്കുന്ന ആളാണ്, അതിനുള്ള വിശാല മനസ്സ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ഒരു ധർമ്മം ആരെങ്കിലും പറയണ്ടേ, പറയാൻ മറ്റുള്ളവരില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വന്നത്. ഇരിക്കട്ടെ. തമാനർച്ചാദിദിംബൂബഃ പ്രത്യുത്ഥാനാസനാർഹണൈഃ യയാചേഭ്യവഹാരായ പദമൂലമുപാഗതഃ പ്രതിനന്ദ്യ സതദ്യാജ്ഞാം കർത്തുമാവശ്യകം ഗതഃ
നിമമജ്ജ ബൃഹദ്ധ്യായൻ കാളിന്ദീ സലിലേ ശുഭേ മുഹൂർത്താർദ്ധാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈസ്തദ്ധർമ്മസങ്കടേ ബ്രാഹ്മണാതിക്രമേ ദോഷോ ദ്വാദശ്യാം യദപാരണേ യത്കൃത്വാ സാധു മേ ഭൂയാത് അധർമ്മോ വാ നമാം സ്പൃശേത്. അപ്പോ ഇവർ തമ്മിലുള്ള ചർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ അതിക്രമേ ദോഷ, ബ്രാഹ്മണരെ കവച്ചു വെച്ചാൽ, അവരെ അതിക്രമിച്ചാൽ ദോഷമുണ്ടാകും. എന്നാൽ ദ്വാദശ്യാം യത് അപാരണേ, ദ്വാദശിയിൽ അപാരണം ചെയ്താലും അതിന്റെ ദോഷമുണ്ട്. ഏകാദശി വ്രതമെടുത്തിട്ട് അതിന്റെ സമയത്തിന് മുഹൂർത്തത്തിന് പാരണം ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറവുണ്ട്. അതാണ് ദ്വാദശ്യാം യത് അപാരണേ, അപാരണം പാരണമില്ലായ്മ. അപ്പോ ഇദ്ദേഹം സ്വയം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കുകയാണ്, യത് കൃത്വാ സാധുമേ ഭൂയാത്, യത് കൃത്വ, യാതൊന്ന് ചെയ്തിട്ടാണ് മേ സാധു ഭൂയാത്, എനിക്ക് സാധു ഉണ്ടാവുക, നല്ലതുണ്ടാവുക, എനിക്ക് നന്മയുണ്ടാവുക, ഞാൻ തെറ്റുകാരനല്ലാതിരിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. അധർമ്മോ വാ ന മാം സ്പൃശേത്, അധർമ്മ മാം ന സ്പൃശേത്, അധർമ്മം എന്നെ സ്പർശിക്കരുത്, ഞാൻ അധർമ്മം പ്രവർത്തിച്ചവനാണെന്ന് വരരുത്, ഒരു അധർമ്മവും എന്നെ സ്പർശിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു പോംവഴി, ഒരു പ്രതിവിധി പറഞ്ഞു തരണം. എന്തു ചെയ്താലാണ് എനിക്ക് നന്മയുണ്ടാവുക, പുണ്യമുണ്ടാവുക, സാധു ആയിട്ട് ഭവിക്കുക, ഞാൻ ചെയ്തത് ശരിയാവുക, എങ്ങനെയായാൽ എന്നെ അധർമ്മം ബാധിക്കില്ലയോ, ആ ഒരു ഉപായം നിങ്ങൾ കൽപ്പിച്ചു തരും എന്ന് ബ്രാഹ്മണരോടെല്ലാം അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അംബസാ കേവലേനാദ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യസിതം ന അസിതം ച തത്. അംബസാ കേവലേനാദ കരിഷ്യേ വ്രതപാരണം പ്രാഹുരഭക്ഷണം വിപ്രാഹ ഹ്യസിതം നാശിതം ച തത്. അംബസാ കേവലേന അധ കരിഷ്യേ വ്രതപാരണം. കേവലേന അംബസ, കേവലേന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ വെറും വെള്ളം മാത്രം. കേവലം എന്ന് പറഞ്ഞാൽ അതിൽ വേറൊന്നും ചേർക്കാതെ, വെള്ളത്തോടുകൂടെ ഒന്നും കൂട്ടണ്ട, ഒരു ഉപ്പ് കൂടി വേണ്ട, അല്പം മധുരം വേണ്ട, ഉപ്പ് വേണ്ട, ഒന്നും ചേർക്കാതെ കേവലേന അംബസ അത് വ്രതപാരണം കരിഷ്യേ. അവരാണ് ഉപായം പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം അത് സമ്മതിച്ചു. ശരി, വ്രതപാരണം അഹം കരിഷ്യേ, ഞാൻ അപ്രകാരം ചെയ്യാം. അങ്ങനെ ചെയ്താലോ? അവര് വിപ്രാഹ പ്രാഹു, വിപ്രന്മാർ പറഞ്ഞു, അഭക്ഷണം അശിതം നാശിതം തത്. അഭക്ഷണം, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ വെള്ളം ഭക്ഷിച്ചാല് അത് അശിതം, ഭക്ഷണം കഴിച്ചതിന് സമാനമായി. എന്നാൽ ന അശിതം, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുമായി. തത് രണ്ടും പറയാം. ഞാൻ കഴിച്ചുവോ ചോദിച്ചാൽ കഴിച്ചിട്ടില്ല, കഴിച്ചില്ലേ ചോദിച്ചാൽ പ്രാരണം കഴിച്ചുവോ എന്ന് ചോദിച്ചാൽ കഴിച്ചു. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും അല്ലെ അന്വയിപ്പിക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ജലപാരണം, അഭക്ഷണം. അപ്പൊ അങ്ങനെ അവർ ഉപായം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇതി അപഃപ്രാശ്യ രാജർഷി ചിന്തയൻ മനസാച്യുതം പ്രത്യാചഷ്ട കുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവ സഹ. ഇത്യപഃപ്രാശ്യ രാജർഷി ചിന്തയൻ മനസാച്യുതം പ്രത്യാചഷ്ട കുരുശ്രേഷ്ഠ ദ്വിജാഗമനമേവ സഹ. ഇതി അപഹ പ്രാശ്യ, ഇപ്രകാരം വെള്ളം കൊണ്ട് പ്രാശനം ചെയ്ത് ഭക്ഷിച്ച്, വെള്ളം ഭക്ഷിച്ച് രാജർഷിയായിട്ടുള്ള മഹാനായിട്ടുള്ള അംബരീഷ രാജാവ് മനസാ അച്യുതം ചിന്തയൻ, മനസ്സുകൊണ്ട് അച്യുതനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, കൃഷ്ണാർപ്പണമസ്തു നാരായണായേതി സമർപ്പയാമി, ഇത് ഞാൻ ചെയ്യുന്ന ഈ ധർമ്മം അത് എന്ത് ദോഷമുണ്ടെങ്കിലും എന്ത് നന്മയുണ്ടെങ്കിലും എനിക്ക് വേണ്ട അതിന്റെ പുണ്യവും പാപവും. കാരണം അദ്ദേഹം പുണ്യപാപങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് യാതൊരു
സ്വർഗാദി കാമനയും ഇല്ല എന്ന് നേരത്തെ കണ്ടു നമ്മൾ. ഒരു ലോകപ്രാപ്തിക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പുണ്യസമ്പാദനത്തിന് വേണ്ടിയിട്ടോ ഉള്ളതല്ല. അതുകൊണ്ട് ഒരു ധർമ്മമായിട്ട് അദ്ദേഹം ആചരിച്ചതാണ്, മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി. യഥാ രാജ തഥാ പ്രജ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഫലം ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന്റെ പുണ്യപാപങ്ങളെ മുഴുവൻ പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിച്ചു. അങ്ങനെ മനസാ അച്യുതം ചിന്തയന് പ്രത്യാചഷ്ട കുരു ശ്രേഷ്ഠ ദ്വിജാഗമനമേവ സഹ അദ്ദേഹം രാജാവ് ദ്വിജ ആഗമനം ഏവ പ്രത്യാചഷ്ട, ആ ദ്വിജന്റെ ബ്രാഹ്മണന്റെ ആഗമനത്തെ തന്നെ പ്രത്യാചഷ്ട എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നു എന്നാണ് താല്പര്യം. പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രതി ഈക്ഷിക്കലാണ്. പ്രതി എന്ന് പറഞ്ഞാൽ നേർക്ക്, ഈക്ഷിക്കുക, നോക്കിയിരിക്കുക. അപ്പൊ ഏത് വഴിക്കാണ് ദ്വിജൻ പോയത്, ഏത് വഴിക്കാണ് വരിക എന്നുള്ള വഴിയിലേക്ക് തന്നെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടെ അദ്ദേഹം വന്നിട്ടേ ബാക്കി ചടങ്ങുകളൊക്കെ ഉള്ളൂ, താൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുറപ്പിച്ചുകൊണ്ട് ആ ദ്വിജനെ കാത്തിരുന്നു. പ്രത്യാചഷ്ട ദ്വിജാഗമനമേവസ ദുർവാസ യമുനാകുലാത് കൃതാവശ്യക ആഗതഃ രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ദിയാ. ദുർവാസ യമുനാകുലാത് കൃതാവശ്യക ആഗതഃ രാജ്ഞാഭിനന്ദിതസ്തസ്യ ബുബുധേ ചേഷ്ടിതം ധിയാ. കൃതാവശ്യകഃ ദുർവാസ യമുനാകുലാത് ആഗതഃ. കൃത ആവശ്യക, അദ്ദേഹത്തിന്റെ ആഹ്നിക കർമ്മങ്ങൾ, ആവശ്യക കർമ്മങ്ങൾ കൃതമായിട്ട് ചെയ്തിട്ട് അതിനുശേഷം ദുർവാസസ്സു മഹർഷി യമുനാകൂലാത് ആഗത, യമുനാ തീരത്ത് നിന്ന് വന്നു ചേർന്നു, ആഗതനായി. രാജ്ഞാ അഭിനന്ദിത, രാജാവിനാൽ വേണ്ടതുപോലെ ബഹുമാനിക്കപ്പെട്ടു. വന്നപ്പോ തന്നെ രാജാവ് വീണ്ടും അദ്ദേഹത്തെ സ്വാഗതാദികൾ പറഞ്ഞ് ബഹുമാനിച്ച് നമസ്കാരാദികൾ ചെയ്തു. അങ്ങനെ രാജാവിനാൽ അഭിനന്ദിക്കപ്പെട്ട, എന്നാൽ തസ്യ ചേഷ്ടിതം ധിയാ ബുബുധേ, ഈ ദുർവാസ തസ്യ ചേഷ്ടിതം, തസ്യ രാജസ്യ അംബരീഷസ്യ ചേഷ്ടിതം ധിയാ ബുബുധേ. സർവജ്ഞനാണ്, ത്രികാലജ്ഞനാണ്, എല്ലാ ലക്ഷണങ്ങളെ കൊണ്ടും ഊഹിച്ചെടുത്തു. എന്ത്, ഇത്ര ശാന്തനായിരിക്കുന്ന അംബരീഷനെ കാണുമ്പോൾ പാരണ കഴിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഊഹിച്ചെടുത്തു. ദിയാ ബുബുധ, ബുദ്ധി കൊണ്ട് ബോധിച്ചു, അപ്പൊ മനസ്സിലാക്കിയെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോപം വന്നു. ദുർവാസ എന്ന് പറഞ്ഞാൽ തന്നെ രുദ്രാംശമാണ്, മഞ്ഞുരൂപമാണ്, അല്ലെ, കോപത്തിന്റെ മൂർത്തീഭാവമാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രകടമായി. മഞ്ഞുനാ പ്രചലദ്ഗാത്രോ ഭൃഗുടീകുടിലാനനഃ ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമഭാഷത. മഞ്ഞുനാ പ്രചലദ്ഗാത്രോ ഭൃഗുടീകുടിലാനനഃ ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിമഭാഷത. മഞ്ഞുനാ പ്രചലദ്ഗാത്ര, കോപം കൊണ്ട് പ്രകർഷേണ ചലിക്കുന്ന വിറയ്ക്കുന്ന ശരീരത്തോടു കൂടിയവനായിട്ട്, ഭൃകുട്ടി കുട്ടില ആനനഃ, ഭൃകുട്ടി പുരികക്കൊടികൾ കുട്ടിലമായി വളഞ്ഞു വക്രമായിട്ടുള്ള മുഖത്തോടുകൂടി, കോപം കൊണ്ട് ഭയാനകമായ ആ കണ്ണു തുറപ്പിച്ചുകൊണ്ട് പുരികങ്ങൾ വളച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ബുഭുക്ഷിതശ്ച സുതരാം, സുതരാം ബുഭുക്ഷിത എന്ന് പറഞ്ഞാൽ, ബുഭുക്ഷിത എന്ന് പറഞ്ഞാൽ എന്താ, ബുഭുക്ഷ ഭോക്തുമിച്ഛ, വിശപ്പ് എന്നർത്ഥം, ഭുജിക്കാനുള്ള ഇച്ഛ. അപ്പൊ നല്ല വിശപ്പുണ്ട്. പൊതുവെ നമ്മുടെ എന്താ പറയുക, പൂജാതി കർമ്മങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ ദീർഘമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ കഴിഞ്ഞ് നല്ല വിശപ്പായിരിക്കും. ആ വിശപ്പോട് കൂടിയിട്ടാണ് പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിനായിട്ട് വരിക. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ കുറുകെ നിന്നാൽ, എന്തെങ്കിലും പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ അവര് നല്ല വെളിച്ചപ്പാടും കൂടിയാവും, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ.
കുറേ നേരം അനുഷ്ഠാനങ്ങളും പൂജയും പൂജാമുറിയിലും ധ്യാനവും ജപവും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആളുകള് നല്ല വിശപ്പോട് കൂടിയിട്ടാ വരിക. അപ്പൊ വേഗം വഴിമാറി കൊടുക്കുക, അവർ വരുന്നതിന് മുമ്പേ വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുക ഒക്കെ ചെയ്യേണ്ടതാണ് മര്യാദ. എന്നുവെച്ചാൽ അപ്പൊ അവരെ ശാന്തരാക്കാം. സാക്ഷാൽ യമധർമ്മരാജാവ് നമ്മുടെ നചികേതസ് എന്നപ്പോ യമധർമ്മരാജാവിന്റെ ഭാര്യ യമധർമ്മരാജാവിനോട് പറഞ്ഞതുപോലെ വൈവസ്വത ഉദഗംഹര, വേഗം വെള്ളം കൊടുക്ക്, അഗ്നിയാണ് നിൽക്കുന്നത്, നമ്മുടെ ഗൃഹത്തെ മുഴുവൻ ചാമ്പലാക്കാനുള്ള ശക്തിയുള്ള അഗ്നിയാണ് ആ ബ്രഹ്മചാരി, വേഗം വെള്ളം കൊടുത്ത് അദ്ദേഹത്തെ ശമിപ്പിക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടില് ഇതുപോലെ അതിഥികൾ വരുമ്പോഴും ഇതുപോലെയുള്ള പൂജ, ഇപ്പോൾ പുരോഹിതന്മാര് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അവരുടെ പൂജ കഴിയുമ്പോഴേക്കും വേണ്ട സന്നാഹങ്ങൾ ഒരുക്കി വെച്ചിരുന്നാൽ അവർക്ക് സന്തോഷവും. അല്ലാതെ അതിനുശേഷം എന്താ വേണ്ട ആലോചിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പിന്നെ നാളെ കഴിക്കുന്ന പാകത്തിന് ഓരോന്നുണ്ടാക്കി കൊണ്ടുവന്നാൽ അവരുടെ നിന്നുള്ള ശാപമൊക്കെ കിട്ടും, അവരുടെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കും. അപ്പൊ ഇവിടെ ബുഭുക്ഷ എന്നുള്ളത് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ടൊരു വികാരമാണ്, അടക്കാൻ പറ്റാത്തതാണ്. ആരും ആ വിശപ്പ് സമയത്ത് പല രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും. അതുകൊണ്ട് അതിന് വേഗം നമ്മൾ പ്രതിവിധി ചെയ്യണം. ഒരു വലിയ രോഗം കൂടിയാണ് അല്ലെ ഭിക്ഷ. മറ്റേ എന്താണ്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം, ക്ഷുത്ത് എന്ന വ്യാധിക്ക് ചികിത്സ ചെയ്യണം എന്നാണ് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബുഭുക്ഷിതശ്ച സുതരാം, നല്ലപോലെ വിശന്നിട്ടാണ് വരവ്. അങ്ങനെയുള്ള ദുർവാസാവ് കൃതാഞ്ജലിം രാജാനം അഭാഷതാർത്ഥം. കൃതാഞ്ജലി എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവാണ് കൃതാഞ്ജലിയായിട്ട് തൊഴുകയോടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള കൃതാഞ്ജലിയോട് അഞ്ജലി കൂപ്പി നിൽക്കുന്ന രാജാവിനോട് അഭാഷത പറഞ്ഞു. അംബരീഷനെ നോക്കിക്കൊണ്ട് ദുർവാസാവ് കോപത്തോടുകൂടെ ദഹിക്കുന്ന ഭാവത്തില് ഇങ്ങനെ പറഞ്ഞു. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മ വ്യതിക്രമം വിഷ്ണോഹോ അഭക്തസ്യ ഈശമാനിനഃ. അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മ വ്യതിക്രമം വിഷ്ണോഹോ അഭക്തസ്യ ഈശമാനിനഃ. അപ്പൊ അദ്ദേഹത്തിന് എല്ലാം വിപരീതമായിട്ടാണ് അപ്പൊ തോന്നിയത്. എന്താ? അഹോ കഷ്ടം അസ്യ നൃശംസസ്യ, ഈ നൃശംസൻ എന്നാൽ ക്രൂരസ്വഭാവൻ, കഠിനഹൃദയൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഈ കഠിനഹൃദയന്റെ ക്രൂരസ്വഭാവമുള്ളവനായിട്ടുള്ള ക്ഷത്രിയൻ എന്ന് പറയുമ്പോ ക്രൂരതയൊക്കെ ഉണ്ടാവും. അപ്പോ അത് കൂട്ടി അങ്ങോട്ട് പറഞ്ഞു. ഇദ്ദേഹം പരമസാത്വികനാണെങ്കിലും ഇവിടെ ക്രൂരസ്വഭാവത്തോടുകൂടി പറയണം. അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ, ഐശ്വര്യം കൊണ്ട് ഉന്മത്തനായിരിക്കുന്നു, അഹങ്കാരിയായിരിക്കുന്നു, എല്ലാ ഐശ്വര്യവും ഉണ്ട് എന്ന് കരുതിയിട്ട് അവന്റെ പശ്യത ധർമ്മ വ്യതിക്രമം, അവന്റെ ധർമ്മത്തെ അതിക്രമിച്ചത് നോക്കൂ എല്ലാവരും എന്ന മട്ടില് നോക്ക് എന്ന് പറയണം. വിഷ്ണോഹോ അഭക്തസ്യ ഈശമാനിനഃ, എല്ലാം അദ്ദേഹത്തെ നിന്ദിക്കുകയാണ്, അംബരീഷനെ ചീത്ത വിളിക്കുകയാണ്. ഈശമാനിനഃ, സ്വയം ഈശനെന്ന് മാനിക്കുന്നവൻ. നമ്മുടെ മഹാബലി കണ്ടില്ലേ, ലോകാനാം ഏക ഈശ്വരഃ എന്ന് സ്വയം മാനിച്ചിരുന്നു. അപ്പൊ അതുപോലെ ഒരാളാണ് അംബരീഷൻ എന്നാണ് ഇവിടെ നമ്മുടെ ദുർവാസാവ് പറയുന്നത്. ഈശമാനിനഃ, സ്വയം എല്ലാറ്റിനും പോന്നവനാണ് എന്ന് മാനിക്കുന്നവനും. വിഷ്ണോഹോ അഭക്തസ്യ, വിഷ്ണുവിനെ ഭക്തനല്ലാത്തവനും. ഇവൻ വിഷ്ണു ഭക്തനൊന്നുമല്ല, കള്ളൻ എന്നുള്ള മട്ടിൽ പറഞ്ഞുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് പശ്യത, കാണു അവന്റെ. അഹോ അഹോ യോ മാം അതിഥിമായാന്തം ആതിഥ്യേന നിമന്ത്രിച്ച് അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശയേ ഫലം. യോ മാം അതിഥിമായാന്തം ആതിഥ്യേന നിമന്ത്രിച്ച് അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശയേ ഫലം. യഹ മാം അതിഥിം ആയാന്തം, യഹ ഏതൊരുവനാണോ മാം എന്നെ, ആയാന്തം അതിഥി വന്നു ചേർന്നവനായ അതിഥിയെ ആദിത്യേന നിമന്ത്രിയച്ച്, ആദിത്യപ്രകാരം മര്യാദയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു, നിമന്ത്രണം ചെയ്തു, എന്നെ ഭോജനത്തിനായിട്ട് നിമന്ത്രണം ചെയ്തു. അങ്ങനെ ക്ഷണിക്കുകയും ചെയ്തിട്ട് അദത്വാ ഭുക്തവാൻ, എനിക്ക് നൽകാതെ അവൻ ഭുജിച്ചിരിക്കുന്നു. എന്നെ പട്ടിണിക്കിട്ടിട്ട് അതിഥിക്ക് നൽകേണ്ടത് നൽകാതെ ആതിഥേയനായിട്ട് അവൻ തന്നെ ആദ്യം ഭോജനം കഴിച്ചിരിക്കുന്നു.
തസ്യ സദ്യ തേ ദർശയേ ഫലം. തസ്യ തേ, ആ നിനക്ക്, ഇങ്ങനെ അതിക്രമം ചെയ്ത നിനക്ക്, സദ്യ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഫലം ദർശയേ, അതിന്റെ ഫലം നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതിഥിയായി വന്ന എന്നെ ആതിഥ്യേനെ സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ച് എനിക്ക് നൽകാതെ നീ ഭക്ഷണം കഴിച്ചു നിൽക്കുന്നു. ആ നിനക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഫലം ഞാൻ നൽകുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിതഃ തയാ സ്വനിർമ്മമേ തസ്മൈ കൃത്യാം കാലാനലോപമാം. ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീപിതഃ തയാ സനിർമ്മമേ തസ്മൈ കൃത്യാം കാലാനലോപമാം. ഏവം ബ്രുവാണ, ഇങ്ങനെ പറയുന്നവനായിക്കൊണ്ട് ദുർവാസാവ്, രോഷവിദീപിത, രോഷം കൊണ്ട് ജ്വലിക്കുന്നവനായിട്ട്, വിദീപിത വിശേഷേണ ദീപിത, നല്ലതുപോലെ ജ്വലിക്കുന്നവനായിട്ട്, ജഡാമുത്കൃത്യ, ജഡയെ കെട്ടുവെച്ചിരിക്കുന്നതായിരുന്നു, അതിനെ അഴിച്ചു എന്നർത്ഥം. ഉത്കൃത്യ എന്ന് പറഞ്ഞാൽ അഴിച്ചെടുത്തിട്ട്, തയാ, ആ ജഡ കൊണ്ട്, കാലാനലോപമാം കൃത്യാം തസ്മൈ സഹ നിർമ്മമേ, കാലാനലോപമ, കാലാഗ്നിക്ക്, പ്രളയകാലത്തെ അഗ്നിയെ പോലെ ജ്വലിക്കുന്നതായിരിക്കുന്ന, ഉപമയായിരിക്കുന്ന കൃത്യാം, ഒരു കൃത്തികയെ, ഒരു തേജോ പുഞ്ചമായിരിക്കുന്ന ഒരു ദേവതയെ, തസ്മൈ, അവന്റെ നേർക്ക്, ആ അംബരീഷന്റെ നേർക്ക്, സഹ നിർമ്മമേ, അവൻ നിർമ്മിച്ചു. അപ്പൊ ദുർവാസാവ് ഇങ്ങനൊരു തന്റെ സങ്കല്പം കൊണ്ട് തന്റെ ജടയഴിച്ച് അതിൽ നിന്ന് പ്രളയാഗ്നി പോലെ ജ്വലിച്ച് അവനെ ആക്രമിക്കാൻ പോകുന്നതായിട്ടുള്ള, ലോകങ്ങളെ ദഹിപ്പിക്കാൻ ശക്തിയുള്ളതായിട്ടൊരു കൃത്തികയെ നിർമ്മിച്ച് ഇദ്ദേഹത്തിന്റെ നേർക്ക് അയച്ചു. അപ്പോഴോ താം ആപതന്തീം ജ്വലതീം അസിഹസ്താം പദാഭുവം വേപയന്തീം സമുദ്വീക്ഷ്യ ന ചചാല പദാം നൃപഃ. താമാപതന്തീം ജ്വലതീം അസിഹസ്താം പദാഭുവം വേപയന്തീം സമുദ്വീക്ഷ്യ ന ചചാല പദാം നൃപഃ. താമാപതന്തീം, ആപതന്തീ എന്ന് പറഞ്ഞാൽ നേർക്ക് വരിക, ആപതിക്കുക, നേർക്ക് ചാടി വരിക, കുതിച്ചു വരിക എന്നൊക്കെ അർത്ഥം. അപ്പൊ തന്റെ നേർക്ക് പാഞ്ഞു വരുന്നതായിട്ടുള്ള ജ്വലതീം, ജലിച്ചു കൊണ്ടുവരുന്നവളും, അസിഹസ്താം, കയ്യിൽ വാളും പിടിച്ചിട്ടുണ്ട്, അസി വാളാണ്, അപ്പൊ കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള, പദാ ഭുവം വേപയന്തീം, തന്റെ പദം കൊണ്ട്, കാൽവെപ്പുകളെ കൊണ്ട്, ഭുവം വേപയന്തി, ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട്, വിറപ്പിച്ചുകൊണ്ട്, ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ അവളുടെ ഓരോ കാൽവെപ്പിലും ഭൂമിയെ ഇളക്കി മറിക്കുന്നുണ്ട്. അങ്ങനെ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന താം സമുദ്വീക്ഷ്യ, അവളെ നല്ലതുപോലെ കണ്ടിട്ട് ഈ അംബരീഷ ചക്രവർത്തിക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായോ? അദ്ദേഹം പേടിച്ചുവോ? അദ്ദേഹം പിന്മാറിയോ? ഓടിയോ? നചാല പദാത് നൃപഃ, ആ നൃപൻ, രാജാവ്, പദാത്, പദാത് എന്ന് പറഞ്ഞാൽ നിന്നിടത്ത് നിന്ന്, സ്ഥാനത്ത് നിന്ന് എന്നർത്ഥം. ഏത് സ്ഥാനത്താണോ അദ്ദേഹം നിന്നിരുന്നത് അവിടുന്ന് നചാല, ഒന്ന് ചലിച്ചത് പോലുമില്ല, ഒന്ന് അനങ്ങിയത് പോലുമില്ല. കാരണം അതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം, ഭഗവാനിലുള്ള ഉറപ്പ്. എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടായില്ല. ആ ഭഗവാനിലുള്ള പരിപൂർണ സമർപ്പണം ഉണ്ടായിരുന്നതുകൊണ്ട് എന്താണോ ഭഗവതിച്ഛ അത് നടക്കട്ടെ എന്ന മട്ടില് ഒരു കുലുക്കവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ അവിടെ തന്നെ നിന്നു. പദാത് ന ചചാല, നിന്നിടത്ത് നിന്നു ചലിച്ചു പോലുമില്ല. പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മന ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിമിവ പാവകഃ. പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മന ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിം ഇവ പാവകഃ. ഇപ്പൊ ഇവിടെ പ്രാഗ്ദിഷ്ടം, പ്രാക്ക് മുമ്പ്, ദിഷ്ടം തിട്ടപ്പെടുത്തിയത്. ദിഷ്ടം എന്ന് പറഞ്ഞാൽ നിശ്ചിതം, ഭഗവാന്റെ നിശ്ചയം, അതാണ് ദിഷ്ടം. അതിനാണ് നമ്മൾ മലയാളത്തിൽ തിട്ടം എന്ന് പറയുക, ഭഗവാന്റെ തിട്ടം. എന്തിനു നിശ്ചയിച്ചിട്ടുണ്ട്? ഭൃത്യരക്ഷായ,
തന്റെ ഭൃത്യന്റെ രക്ഷയ്ക്ക്. ആരാൽ? പുരുഷേണ മഹാത്മന, മഹാത്മനാ പുരുഷേണ, മഹാത്മാവായ വിശാല ഹൃദയനായ ഉദാര ഹൃദയനായ ഭക്തവത്സലനായ ആ വിരാട് പുരുഷനാൽ, നാരായണനാൽ എന്നർത്ഥം. അപ്പൊ സാക്ഷാൽ ഭഗവാൻ തന്നെ തന്റെ ഭൃത്യന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനെ? ആ സുദർശന ചക്രം. താം ചക്രം ദദാഹ എന്ന് പറയുന്നത് ആ ചക്രം ദദാഹ കൃത്യാം താം, ഭഗവാന്റെ ആ ചക്രം താം കൃത്യാം ദദാഹ, ആ കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു. അംബരീഷനെ ദഹിപ്പിക്കാൻ വന്ന കൃത്യയെ, അംബരീഷനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യ രൂപത്തിലിരുന്ന ഭഗവാന്റെ ചക്രം ദഹിപ്പിച്ചു കളഞ്ഞു. ഭഗവാന്റെ ആ കവചത്തെ അതിക്രമിക്കാനായിക്കൊണ്ട് ഈ കൃത്യയ്ക്ക് സാധിച്ചില്ല. ഇതാണ് നമ്മളും ദിവസവും പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? വനമാലി ഗതി ശാർംഗി ശങ്കി ചക്രീ ച നന്ദഗി ശ്രീമാൻ നാരായണോ വിഷ്ണു വാസുദേവോ വിരക്ഷതു. ആ വാസുദേവൻ നമ്മളെ ചുറ്റുഭാഗത്തു നിന്ന് രക്ഷിച്ചുകൊള്ളട്ടെ, ഇന്ന ആയുധങ്ങളോടുകൂടിയവനായിട്ട്. ആ ഭഗവാൻ കൂടെയുണ്ട്. ആ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആപത്തും വരില്ല. വരാനുള്ളതൊക്കെ തട്ടിത്തെറിച്ചു പോകും. നമ്മൾ അറിയാത്തൊരു ഒരു ഡ്രോം, അല്ലേ? നമ്മുടെ ഇസ്രായേലിലേക്കും മറ്റുമൊക്കെ ബോംബ് ഹമാസുകാർ വർഷിക്കുമ്പോൾ അവിടെ അവരുടെ ഒരു ഡ്രോം നിർമ്മിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. തിരിച്ച് അടിക്കുന്ന, പ്രതികരിക്കുന്ന, ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്ന ശക്തി വിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ കവചം നമ്മളെ രക്ഷിക്കട്ടെ. ഇവിടെ അംബരീഷനെ ആ ചക്രം അംബരീഷന്റെ നേർക്ക് പാഞ്ഞു വന്ന കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു. ക്രുദ്ധാഹിം ഇവ പാവക, ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. പാവക കാട്ടുതീയ, അഗ്നി എങ്ങനെയാണോ ക്രുദ്ധാഹിം കോപിച്ചിരിക്കുന്ന സർപ്പത്തെ ദഹിപ്പിച്ചു കളയുന്നത്. ഇപ്പോ കാട്ടിലൊക്കെ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടുവരുമ്പോ സർപ്പങ്ങള് അതിന്റെ നേർക്ക് ചിലപ്പോ പടം പടർത്തിയിട്ട് പോകും. എന്തോ സാധാരണ ഒരു ദൃശ്യമാണെന്ന് കരുതിക്കൊണ്ട് അതിന്റെ നേർക്ക് വരുന്നതിനെ അത് എന്നും ആക്രമിക്കാൻ പോകാറുണ്ടല്ലോ സർപ്പങ്ങള്. അപ്പൊ അതുപോലെ ഇങ്ങനെ പടം പടർത്തി ഈ അഗ്നിയെ കൊത്താനായിക്കൊണ്ടൊക്കെ പോകും. ഇപ്പൊ നമ്മളൊരു കർച്ചീഫ് വീശിയാൽ അതിന്റെ നേരെ പാമ്പ് കൊത്താൻ വരും. അങ്ങനെയാണ് പാമ്പാട്ടിമാര് ഒരു വശത്ത് ഇങ്ങനെ എന്തെങ്കിലും ചലിപ്പിച്ചു കൊടുത്തോണ്ടേയിരിക്കും. അതില് പാമ്പിന്റെ കണ്ണുകള് അതിലുടക്കിയിട്ടുണ്ടാവും. അതിലേക്ക് കൊത്താനും കടിക്കാനുമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ ചെന്ന് എന്ത് ചെയ്താലും അത് അറിയുക പോലും ഇല്ല. അതിന്റെ ദൃഷ്ടി ഇതില് ഊന്നി നിൽക്കുകയാണ്. മുമ്പിലുള്ള ചലിക്കുന്ന വസ്തുവിനെ അത് ഫോക്കസ്ഡ് ആണ്. അപ്പൊ പുറകിലൂടെ ചെന്ന് കഴുത്തിന് പിടിക്കും, പെടനിക്ക് പിടിക്കും, അതിന്റെ പടത്തിൽ പിടിച്ച് എടുക്കും. അതിന് ധൈര്യം വേണം. കൈ വിറയ്ക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇടത്തെ കൈ ഇങ്ങനെ ഒരു കർച്ചീഫ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നിന്നുപോയാൽ പുറകിൽ ചലിക്കുന്ന കൈയിലേക്ക് അതിന്റെ കണ്ണ് പോകും. നമ്മൾക്കതാ പറ്റുക. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് നിന്നുപോകും, പുറകിൽ ചലിക്കുന്ന കൈ വിറയ്ക്കുകയും ചെയ്യും. അപ്പൊ തിരിഞ്ഞൊരു കൊത്തും കിട്ടും. പാമ്പാട്ടിമാർക്കത് ശീലമുണ്ട്. അവർ മുമ്പിൽ ഇങ്ങനെ ഇതിനെ കാണിച്ചു കൊടുത്ത് അതിന്റെ ശ്രദ്ധയെ അവിടേക്ക് വെച്ചിട്ട് പുറകിലൂടെ ചെന്ന് അതിന്റെ തലയിൽ എന്ത് കൊട്ടിയാലും നോണ്ടിയാലും മാന്തിയാലും അത് തിരിഞ്ഞു നോക്കില്ല. അതിന്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അതിന്റെ പുറകിൽ ചെന്ന് അത് സുഖമായിട്ട് പിടിക്കും. അപ്പൊ ഈ പാമ്പിന്റെ സ്വഭാവമാണ് അതിന്റെ നേർക്ക് എന്ത് വരുന്നത് കണ്ടാലും ഇങ്ങനെ ചീറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ കൊത്താനായിക. അതിന്റെ പ്രതികരണം അങ്ങനെയാണ്. അപ്പൊ കാട്ടുതീയിലും ഇങ്ങനെയൊക്കെ ചെയ്യും. എന്താവും? കാട്ടുതീയുണ്ടോ അതിനെ എന്താ പറയുക, കൂട്ടാക്കുന്നു, അത് വിഴുങ്ങും. ആ അഗ്നിക്ക് ഭക്ഷണമായി തീരും ഒരു നിമിഷം കൊണ്ട് ഈ പാമ്പ്. അപ്പൊ അതുപോലെ പാവകഃ ക്രുദ്ധാഹിം ഇവ, ക്രോധിച്ചു വരുന്ന പാമ്പിനെ അഗ്നി ഭക്ഷിക്കും പോലെ സുദർശന ചക്രം ഈ കൃത്യയെ ഭക്ഷിച്ചു കളഞ്ഞു. തദഭിദ്രവത് ഉദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതോ ദിക്ഷു പ്രാണപരീപ്സയാ. തദഭിദ്രവതുദ്വീക്ഷ്യ സ്വപ്രയാസം ച നിഷ്ഫലം ദുർവാസാദുദ്രുവേ ഭീതഃ ദിക്ഷു പ്രാണപരീപ്സയാ. അപ്പോ സ്വപ്രയാസം നിഷ്ഫലം ഉദ്വീക്ഷ്യ,
തന്റെ പ്രയത്നം പ്രയാസം നിഷ്ഫലമായി പോകുന്നതും കണ്ടു. തത് അഭിദ്രവത്. എന്തുപറ്റി? തത് അഭിദ്രവത്. അത് എന്ന് പറഞ്ഞാൽ ഏതാണ് അവിടെ? സുദർശന ചക്രം. അത് അഭിദ്രവതി എന്ന് പറഞ്ഞാൽ തന്റെ നേർക്ക് പാഞ്ഞു വരുന്നു. അപ്പൊ കൃത്യയെ നശിപ്പിച്ച ശേഷം അതിനെ ആരാണോ പ്രയോഗിച്ചത് ആ സോഴ്സിനെ തെരഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ് ഈ ചക്രം. അങ്ങനെ തന്റെ നേർക്ക് പാഞ്ഞു വരുന്നതും തന്റെ പ്രയാസം നിഷ്ഫലമായതും മനസ്സിലാക്കിയ ദുർവാസ ദുദ്രുവേ ഭീതഃ. ഭീതഃ ദുദ്രുവേ, ഭയപ്പെട്ടുകൊണ്ട് ദ്രവിച്ചു. ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ പാഞ്ഞു ഓടി, ജീവനും കൊണ്ട് പാഞ്ഞു. അതാണ് ദിക്ഷു, ദിക്കുകളിലേക്ക്. പ്രാണപരീപ്സയാ, ആ പ്രാണത്തെ പരിരക്ഷിക്കുവാനുള്ള ഇച്ഛ കൊണ്ട്, തന്റെ ജീവനെ രക്ഷിക്കുവാനുള്ള കൊതി കൊണ്ട് ദിക്കുകളിലേക്കൊക്കെ പാഞ്ഞു. എവിടെയൊക്കെയോ പോയി. ആ ദിക്കുകൾ ഏതൊക്കെയാണ്, ആരെയൊക്കെയാണ് ചെന്ന് ശരണം പ്രാപിച്ചത് എന്നുള്ളത് ഇനി വിശദമായിട്ട് പറയാനിരിക്കുന്നു. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നേരത്തെ വന്നാൽ 6:30 ചെയ്യാം, അതല്ലെങ്കിൽ നാളെ 4 മണിക്കാണ് ഒരു മീറ്റിംഗ്. അപ്പോൾ 6:30 നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ നാളെ. ഓം കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഹരി ഓം. അപ്പൊ ബാക്കി നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കഥ തുടരാം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം. ഹരി ഓം.